വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യയായിരിക്കാൻ കർത്താവ് സാവകാശം ഒരുക്കിയതിനായി ദൈവത്തെ സ്തുതിക്കും. കൂടി വന്ന കർത്താവിൽ വാത്സല്യ സഹോദരി സഹോദരന്മാർ, പ്രിയ കുഞ്ഞുങ്ങൾ, ബഹുമാന ദൈവദാസന്മാർ, ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയും. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാനവിടെ പാർക്കുന്ന ഉച്ച കഴിഞ്ഞ് 3:30 അരണ്ടൊക്കെ വന്ന് സംസാരിച്ച് പ്രാർത്ഥനയ്ക്ക് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി എന്നോട് ഇടപെട്ടു. ഞാൻ ദൈവത്തോട് കൂടുതലെടുക്കുമ്പോൾ എനിക്ക് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. ഒഴിഞ്ഞു തിരിഞ്ഞ് നടന്ന കുഴപ്പമില്ല. അത് കുവൈറ്റിലുണ്ടായിരുന്ന ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ടപ്പോൾ അവർക്കറിയാൻ കുറച്ചുകൂടെ കാര്യം. ദൈവം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ക്ഷീണം. അത് ഞാൻ കർത്താവിനോട് സംസാരിച്ചു. ഞാൻ വെളിയിൽ വന്ന് അന്ന് പറഞ്ഞു, ഒരു രൂപ പോലും ഞാൻ ഈ പ്രാവശ്യം എനിക്ക് വേണ്ട, കൊണ്ടുപോവുകയില്ല, അത് ഞാൻ ഈ നിലയിൽ വിനിയോഗിക്കും എന്ന് പറഞ്ഞു. കിട്ടിയ പൈസ സജിയെ തന്നെ ഏൽപ്പിച്ച് കണക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. സജി ഓടിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഒരു പ്രിയ സഹോദരൻ, പേര് പറയല്ലെന്ന് അങ്ങ് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള പേര് പറയുന്നില്ല, 50,000 ദിർഹംസിന്റെ കൊണ്ടെത്തുന്നു. സാധുക്കളെ സഹായിക്കും. പക്ഷെ ബ്രദർ തോമസ് 1,00,000 രൂപ 2 പെൺകുട്ടികളെ കെട്ടിക്കാൻ വാഗ്ദാനം ചെയ്തു. ദോഹയെന്നൊരു സഹോദരൻ എന്നെ മിനിഞ്ഞാന്ന് വിളിച്ചു. ചൈനോട് ഉണ്ടെന്നറിഞ്ഞു. ഞാനൊരു 50,000 രൂപ റാന്നിയിലയക്കും, എന്തെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ പെൺകുട്ടികളോ വിവാഹം കഴിക്കാൻ കൊടുക്കണം. ഇതൊന്നും കണ്ടുകൊണ്ടല്ല ഞാൻ ദൈവസാമത്തിൽ തീരുമാനമെടുത്തത്. പക്ഷേ ആ തീരുമാനം ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയാൽ അത്രയ്ക്കേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ഈ ദൈവമക്കൾ കൊടുക്കുന്നതാണ്. അതിൻ്റെ കൂടി ഇതും അങ്ങ് കൊടുക്കാമെങ്കിൽ ഒരുപാട് തന്നെ ഇതൊരു ഫൗണ്ടേഷനാണ്, ഇതിനടിസ്ഥാനമാണ്. ഇനിയും അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ദൈവം തരുന്ന പ്രകാശനത്തിൽ ചെയ്യും. ഏതായാലും എൻ്റെ ജീവിതം സാധുക്കൾക്കും ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി അർപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട 53 കൊല്ലമായി. ഈ 53 വർഷവും എൻ്റെ ആദർശം എന്താണെന്ന് ദൈവത്തിന് അടുത്ത് നിൽക്കുന്നുള്ളവരെ. ഇന്ന് എൻ്റെ ഒരു വാത്സല്യ മക്കളെക്കാൾ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് പ്രിൻസ് കുമ്പളം. ഇവിടെ ഉണ്ടോയെന്നറിയാൻ വയ്യ. മുമ്പിലായിരുന്നു ഇന്നലെ ഇരുന്നത്. വരുമെന്ന് പറഞ്ഞു. എന്നെ കാണാൻ ചില മണിക്കൂറുകൾ വന്ന് അദ്ദേഹത്തിന് അനുഭവ സാക്ഷിയൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പോലും വളരെ മണ്ടടിച്ചു ഈ സ്റ്റേജിൽ. ഞാൻ കൊച്ചനായിട്ട് എന്നോട് സ്നേഹം കൊണ്ട് കൊച്ചിനെ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് ഈ യോഗത്തിന് എല്ലാ ആഴ്ചയിലും ഞാൻ ഒരു മീറ്റിങ്ങിന് പോകും. വളരെ വാത്സല്യത്തിൽ വളർന്നതും ആ നിലയിൽ ഉള്ളൊരു പൈതലാണ്. ഒത്തിരി അനുഭവങ്ങൾ ഷെയർ ചെയ്യും. അമേരിക്കൻ ഡോളറിൻ്റെ ചില നോട്ടുകൾ ഒരച്ചായന് മാത്രമാണ്, വേറൊന്നിനും ഇതെടുക്കല്ലെന്ന് പറഞ്ഞു. നമ്മൾ കുഞ്ഞെ ദൈവത്തോട് ചെയ്ത് ഉടമ്പടി അത് ശക്തമാണ്. നമ്മൾ രണ്ടുമേ അറിഞ്ഞുള്ളെങ്കിൽ അത് നടക്കുകയില്ല. ശിവൻ ജെയ്സും കൂടെ എന്നെ കാണാൻ വന്നപ്പോൾ ആ നോട്ടുകളുടെ താഴെ കൊടുത്തു. ഇതാ കൊടുക്കുക, ഈ പോർട്ടിൽ നിന്ന് ഒരു പൈസ ഞാൻ ഇന്ത്യക്ക് കൊണ്ടുപോകത്തില്ല. ഇതവരെ ഏൽപ്പിച്ച് കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിച്ച് ഗൾഫ് മലയാളികളായ വിശ്വാസികളായ നിങ്ങളുടെ നാമത്തിൽ അതെല്ലാം ചെയ്യാൻ തീരുമാനിച്ചു. വല്ലവർക്കും താല്പര്യമോ ഇതിൽ സഹകരിപ്പാൻ മനസ്സുണ്ടെങ്കിൽ ഈ ആയുസിൽ 53 സുവിശേഷ വർഷങ്ങളുടെ ജീവിതത്തിൽ
ഒരു നയ പൈസ ചോദ്യം ചെയ്യാൻ ഭൂമിയിൽ ആർക്കും കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനിവിടെയുണ്ട്. ഉപദേശത്തിലും ധനത്തിലും കസറകളി എന്ന സ്ഥാനമാനങ്ങളുടെ നിലയിലും മറ്റ് ജഡീക പ്രലോഭനങ്ങളിലും ജീവിതം വഴിതെറ്റാതെ നിർത്തിയ ദൈവത്തിന് ഞാൻ നിങ്ങളുടെ മധ്യ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും ആ കൃപയിൽ ഞാൻ പറഞ്ഞതെല്ലാം എന്താണെന്ന് മനസ്സിലാകുമെങ്കിൽ ഇവിടെ കസേര കളിക്കാനല്ല ദൈവം വിളിച്ചത്, സുവിശേഷം അറിയിക്കാനാണ്. ഞാൻ അതിന് വിഘ്നം വരുത്തിയിട്ടില്ല. ദൈവം തൻ്റെ കൃപയാൽ എന്നെ നടത്തി. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒറ്റ കാര്യം, ദീർഘായുസിനും പ്രാർത്ഥിക്കല്ലേ, സമ്പത്തിനും പ്രാർത്ഥിക്കല്ലേ, ഒന്നിനും പ്രാർത്ഥിക്കല്ലേ. കർത്താവേ, നിന്റെ ദാസനെ ആയുസിൽ വെച്ചിട്ടുള്ള ശുശ്രൂഷ നിവർത്തിപ്പാൻ കൃപ കൊടുക്കണമേ. വചനം സംസാരിപ്പാൻ കൃപ അത് കൊടുക്കണമേ. ഇത്രയും മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഈ രോഗശാന്തി റിപ്പോർട്ട് കിട്ടാനുള്ള പ്രാർത്ഥന ഒരുപാടുണ്ട്. എവിടെ തിരിഞ്ഞാലും ഇന്ന് ഭൂതവും പോകണം, ഇന്ന് രോഗവും പോകണം. അത് നമ്മുടെ ഒരു ശൈലിയാണ്. എന്തൊക്കെ ശൈലിയാണ്. ഓരോ വന്നവരോ ഇനി അകത്ത് ഭൂതമില്ലേ പുറത്താന്നേലും ഇറക്കി വിടണമെന്നുള്ള ചിന്താഗതിക്കാൻ ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാനിതിലല്ല, ഞാൻ അനുഭവിച്ചത്രയും രോഗശാന്തി അനുഭവിച്ചു ഒരു മനുഷ്യന് ഇവിടെ ഏൽപ്പില്ല. സെപ്റ്റിക്ക്, ചങ്കുവഴുപ്പൻ എന്ന ഡബിൾ ന്യൂമോണിയ, അനവധി പ്രാവശ്യം ശരീരത്തിൻ്റെ അവയവങ്ങൾ ദ്രവിച്ച് ഡോക്ടർമാരൊക്കെ തള്ളിയ അനേക കേസേജ്, വിശ്വാസത്താൽ ജീവിച്ച സ്റ്റേജ്. എനിക്കതിലൊന്നും കൂടുതൽ അങ്ങ് കണക്കറ്റ അങ്ങ് സൗഖ്യമാകണമെന്നുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയട്ടെ, രോഗിയായി നമ്മളിരുന്നു. രോഗിയായി മരിച്ചാൽ സ്വർഗത്തിൽ പോകും. നിന്റെ ആത്മാവിൽ രോഗമുണ്ടെങ്കിൽ നരകത്തിൽ പോകും. മനസ്സിലാകുമോ ഞാൻ പറഞ്ഞ കാര്യം? ശരീരത്തിലൊരു രോഗം വന്നു, നമ്മളങ്ങ് മരിച്ചുപോയി, ഒരിക്കലും നരകത്തിൽ പോകത്തില്ല, നമ്മൾ സ്വർഗത്തിൽ ചെല്ലും. എന്താ തെളിവ്? ഞാൻ പറഞ്ഞുതരാം. ലാസറിനേക്കാളില് രോഗി ആരുണ്ട്? ക്രിസ്തീയ കോളത്തില് കുഷ്ഠരോഗിയായി പുഴി വലിച്ച് മർമ്മത്തെ തള്ളപ്പെട്ടതായ ആർക്കും ഗമനിക്കാൻ കഴിയാത്ത ഒരു കുഷ്ഠരോഗി മരിച്ചപ്പോൾ ദൈവദൂതന്മാർ സഡൻ ഇറങ്ങി വന്ന് അവനെ സ്വർഗത്തിൽ കൊണ്ടുപോയി. രോഗിയായി പോയതുകൊണ്ട് നീ അമിതമായി ഭാരപ്പെടണ്ട. ആ രോഗം നിനക്ക് നിത്യതയ്ക്ക് കവാടം അടയ്ക്കത്തില്ല. അതുകൊണ്ട് രോഗശാന്തി വേണ്ടെന്നല്ല, ഈ തുറുപ്പ് കൊണ്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ സൗഖ്യമാക്കുവാൻ ഒരു മധ്യസ്ഥനും വേണ്ട. അതെ, നൂറുകണക്കിന് രോഗങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവ് എന്നെ സൗഖ്യമാക്കിയിട്ടുണ്ട്, നിങ്ങളിൽ പലരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഈ ഒരു തുറുപ്പെടുക്കരുത്. കർത്താവിന് ഹിതമെങ്കിൽ നീ മകനും മകളുമാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ അവിടെ വെച്ചങ്ങ് സൗഖ്യമാക്കും. ഞാൻ അനുഭവിച്ച കാര്യം പറയുന്നതിന് നേരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അനുഭവ സാക്ഷ്യം എടുത്തേനെ. പക്ഷേ നിങ്ങൾ വന്നത് ഒരുപക്ഷെ അതിനല്ല. പറയാൻ അവകാശം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. വചനത്തിൽ കൂടെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ അതെ ഞാൻ വെമ്പൽ കൊള്ളുന്നു. ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെ, പറഞ്ഞ കാര്യങ്ങളിൽ മനസ്സുള്ളവർ സഹകരിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2 വാക്യം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യവും 1 യോഹന്നാൻ 3-ാം അധ്യായം 3-ാം വാക്യവും വളരെ വേഗത്തിൽ 2 വാക്യങ്ങൾ വായിച്ചാട്ടെ. വേഗം വാക്യം വായിച്ചാട്ടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അടുത്തത് പിന്നെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമ്പോൾ കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ നമ്മൾ ഒരു വാക്യം കൂടെ വായിച്ചോട്ടെ. ഒരു വാക്യം കൂടെ. 1 യോഹന്നാൻ 3:3 അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ മിടുക്കനാകാനല്ല, നിർമ്മലരാകാനാണ് നമ്മളെ വിളിച്ചത്. സമർത്ഥരാകാനല്ല, അതൊക്കെ നന്നാക്കോട്ട് ചെയ്തു. നിർമ്മലരാകാനാണ് നമ്മളെ വിളിച്ചത്. സഹോദരന്മാരെ, എൻ്റെ വാക്കല്ല ദൈവവചനം ചെവിക്കൊള്ളണമേ. ഞാൻ ഇന്ന് പറയുവാൻ പോകുന്ന സബ്ജക്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഞാനൊന്ന് എടുത്തു പറയാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് 2 ലേഖനം എഴുതി. 1-ാം ലേഖനത്തിൽ 5 അധ്യായം, 5 അധ്യായത്തിന്റെ സമാഹാരം വീണ്ടും വരവാണ്. 1-ാം അധ്യായത്തിൽ വിഗ്രഹങ്ങളെ വിട്ടുവന്ന് നിങ്ങൾ കർത്താവിനെ കാത്തിരിക്കും. 2-ാം അധ്യായത്തിൽ ഞങ്ങളുടെ വേലയുടെ പ്രശംസ കർത്താവിന്റെ വരവെങ്കിൽ നിങ്ങളാണ് പ്രതിഫലം. 3-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് 1000 വിശുദ്ധന്മാരെ വരുന്നു. 4-ാം അധ്യായത്തിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോട് വരുന്നു. നമ്മുടെ രൂപാന്തരവും എടുക്കപ്പെടലും ഉയർപ്പും എല്ലാം അവിടെ വരുന്നു. ഞാൻ കർത്താവിന്റെ കൂടെ. 5-ാം അധ്യായത്തിൽ എടുക്കപ്പെടലിന്റെ യോഗ്യത. ഇന്ന് രാത്രിയിലത്തെ എന്റെ സബ്ജക്റ്റ് മനസ്സിലാക്കാൻ പറയുകയാണ്. അത് വീണ്ടും വരവാ മുഴുവൻ ചാപ്റ്റേഴ്സിനും 2-ാം ലേഖനവും തന്നെയാണ്. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. ബഹുവചന രൂപത്തിലാണ്. പക്ഷേ ഈ സഭയുടെ ശുദ്ധീകരണമാണോ, അല്ലെങ്കിൽ ആഗോള വ്യാപകമായ സഭയുടെ ശുദ്ധീകരണമാണോ, അങ്ങനൊക്കെ ചിന്തിക്കാം. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ആ ബഹുവചന രൂപം താഴത്തെ വാചകത്തിലാണ് വ്യക്തമാകുന്നത്. സമാധാനത്തിന്റെ ദൈവം തന്നെ നമ്മെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. അടുത്ത വാക്ക് എങ്ങനെയായി നമ്മെ, അഥവാ നിങ്ങളെ
നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ആത്മാവും, അല്ലെങ്കിൽ ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയുടെ സമയത്ത് എടുക്കപ്പെടണമെങ്കിൽ നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും ശുദ്ധീകരണത്തിൽ നിൽക്കണം. വന്നാരെ ശുദ്ധീകരിച്ച് കൊണ്ടുപോവുകയില്ല, വന്നാരെ ഉണർത്തി കൊണ്ടുപോവുകയില്ല, വന്നാരെ ഒരുക്കി കൊണ്ടുപോവുകയില്ല, വന്നാരെ ഇരുത്താൻ നേരമില്ല. കർത്താവിന്റെ വരൽ എടുക്കപ്പെടാൻ വിശ്വാസി വരവിന് മുമ്പ് നീ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. വരവിന് മുമ്പ് ഏത് നാഴിക വരുന്നെന്ന് അറിയായിക്കൊണ്ട് ഉണർന്നിരിക്കണം, ഒരുങ്ങിയിരിക്കണം, കാത്തിരിക്കണം, പ്രാർത്ഥിച്ചിരിക്കണം, അതെ ജാഗരിച്ചിരിക്കണം. 5 കാര്യങ്ങൾ വരവിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ ഈ 5 കാര്യങ്ങളിൽ അനിശ്ചിതമായ ദൈവത്തിന്റെ ആലോചന അത് ഏറ്റെടുക്കേണ്ടവരാണ്. അത് ഇന്ന് പറയാൻ നേരമില്ല. അടുത്തത് ഇപ്പോഴത്തെ വിഷയം, കർത്താവ് മധ്യാകാശത്തിൽ വരുന്ന സമയത്ത് അവന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധന്മാർ, ഇതിനകത്തിരിക്കുന്ന നമുക്ക് വേണ്ട ക്വാളിറ്റി, യോഗ്യത എന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം. കാഹളം എപ്പോഴും വേണേലും ഊതാം, യോഗത്തിന് മുമ്പും ആകാം, യോഗം കഴിഞ്ഞാകാം, അല്ല കർത്താവിന് ഇഷ്ടമുള്ളപ്പോഴാകാം. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരുങ്ങാൻ അവസരം കാഹളം കേട്ടിട്ട് ആർക്കും തരത്തില്ല. ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. വിശ്വസിക്കുന്നോ നിങ്ങൾ? ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കാനാണ്. സകല തിരുവെഴുത്തും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാ യോഹന്നാൻ പറഞ്ഞത്, അവനിൽ വീണ്ടും പരമന്റെ പ്രത്യാശ. കുഞ്ഞുങ്ങളെ, നമ്മുടെ കർത്താവ് പ്രത്യക്ഷമാകാൻ പോണ്. ഈ പ്രത്യാശ ക്രിസ്തുവിലുള്ള സകല വ്യക്തികളും ചെയ്യേണ്ടത് അതെ അതിപിടിക്കല്ല, സാമർത്ഥ്യമല്ല, അതേ കെട്ടുപണികളോ മറ്റു കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്. അവനിലെ പ്രത്യാശയുള്ളവൻ നിർമ്മലനായിരിക്കണോ, അവൻ വിശുദ്ധനായിരിക്കണോ. എടുക്കപ്പെടണമെങ്കിൽ വിശുദ്ധനായിരിക്കണം. ഇടയ്ക്കൊരു സ്തോത്രം പറഞ്ഞ അബദ്ധം ഒന്നുമില്ല, പറഞ്ഞില്ലേലും കാര്യമൊന്നും നടക്കും കേട്ടോ. പ്രൈസലോ. അതെ, വളരെ ജാഗ്രതയോടെ ദൈവത്തെ ഉള്ളം പകർന്നുകൊണ്ടിരിക്കണം. കർത്താവ് എന്നോട് സംസാരിക്കണം. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ആദ്യം ശ്രമിക്കുന്നതിന് വായിച്ച വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ദേഹവും ദേഹിയും ആത്മാവും ശുദ്ധീകരണത്തിൽ കാണപ്പെടണം. നമ്മുടെ കർത്താവ് ഈ പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം ആദ്യമേ നമ്മൾ വ്യക്തിപരമായി നമ്മിലുള്ള ഘടനകൾ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മനുഷ്യനായിട്ടാണ് നിൽക്കുന്നത്, നിങ്ങളും അങ്ങനെ തന്നെ ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾ മറക്കാത്തൊരു കാര്യം ഓർക്കണം, ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിശ്വാസി നമ്മളെല്ലാവരും ദേഹമുള്ളവരാണ്. അത് ഈ പുറമേ ഉള്ള ഈ സ്ഥൂല ശരീരം. നമ്മൾ ദേഹിയുള്ളവരാണ്, അഥവാ പ്രാണൻ. നമ്മൾ ആത്മാവുള്ളവരാണ്. ഈ 3 ഘടകങ്ങളും ഒരു വിശ്വാസിക്കുണ്ട്. ദേഹം കളഞ്ഞേച്ച് ആത്മാവിനെയും പ്രാണനെയും കൂടെ സ്വീകരിക്കാനുള്ള കർത്താവ് വരുന്നത്. മധ്യാകാശത്ത് സ്വീകരണം നടക്കണോ? ദേഹവും ദേഹിയും ആത്മാവും കൂടെ ഇവിടെ ജീവിച്ച മനുഷ്യൻ അവിടെ സ്വീകരണം ഉണ്ടാകണമെങ്കിൽ ദേഹവും ദേഹിയും ആത്മാവും കൂടെ അവിടെ ചെല്ലണം. ദേഹം വിട്ടേച്ചു പോകുന്ന ആത്മാവല്ല, ദേഹം ഉയർപ്പിച്ച് അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തി കർത്താവിന്റെ അടുക്കൽ നമ്മെ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഇവിടെ അയച്ചത് നമ്മെ അങ്ങോട്ട് എത്തിക്കാനാണ്, നമ്മെ ഒരുക്കാനാണ്. അത് നമ്മൾ ഓരോരുത്തരിലും ഉണ്ട്. അത് പുറകാലെ വരുമ്പോൾ കാര്യം വരുന്നു. ഒരു വേദ ഉപദേശപ്രകാരം വിശ്വാസികൾ ഒന്നിലധികം ഘടകങ്ങൾ ഉള്ളവരാണോ? അത് ഉപദേശപ്രകാരം തെളിയിച്ചേരണമല്ലോ. നിങ്ങൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ എടുത്തെങ്കിൽ അതൊന്ന് വായിക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ, ഒന്ന് വായിച്ചാട്ടെ ജോറുട്ടി. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ജയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കപ്പെടുന്നു, ശക്തിപ്പെടുന്നു. പുറമേയുള്ളവൻ ക്ഷയിക്കുന്നവനാണ്. ഓജസ്സും തേജസ്സും കുറഞ്ഞു പോകും. പൊൻപറ്റായി പാലും പോഷണ മൂല്യങ്ങളും കഴിച്ചാൽ സഹോദരങ്ങളെ, നിങ്ങൾ യൗവനക്കാരാണ് മിക്കവാറും പേര്. എന്നാൽ അത് എത്ര കഴിച്ചാലും ഈ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു വരും. എന്നോട് പലരും ചോദിച്ചു, പണ്ടത്തേലൊക്കെ ഒത്തിരി ക്ഷീണിച്ചല്ലോ. ഞാൻ പറഞ്ഞു, നന്നായി, ഞാനിപ്പോൾ വചനപ്രകാരം തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും വല്ല പറയാനില്ല. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ച് പോകുന്നു, അകമേയുള്ളവൻ ശക്തിപ്പെടുന്നു. ആത്മാവിൽ ബലഹീനതയൊന്നും വരാതിരുന്നാൽ മതി. അതിൽ ആരും ക്ലേശിക്കരുത്. എൻ്റെ കർത്താവിന് സ്തോത്രം. പുറമേയുള്ള മനുഷ്യൻ അങ്ങനെയാണെന്നാണ് ഏറ്റവും ശ്രേഷ്ഠൻ പൗലോസ് പറഞ്ഞിരിക്കുന്നു. അങ്ങ് ക്ഷയിച്ചു വരുന്നു എങ്കിലും സാരമില്ല, അകമയുള്ളവന് കുഴപ്പമൊന്നും വരുത്തരുത്. ഇതിനെന്താ അർത്ഥം? ഇത് വല്ല ശരിയാണോ? 99 വയസ്സ് 100 വയസ്സോളമായ ഏബ്രഹാം, റോമാലേഖനം 4:17 വാക്യങ്ങൾ നോട്ട് ചെയ്തോണം. മരിച്ചവനെ ഉയർപ്പിക്കുന്നവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുന്ന ദൈവത്തിൽ അവൻ വിശ്വസിച്ചു. 19-20 വാക്യങ്ങൾ താഴോട്ട് ചെല്ലുമ്പോൾ അവിടെ അവൻ ഏകദേശം 100 വയസ്സിനുള്ളവനാകയാൽ
അവന്റെ നാഡി നരമ്പുകൾ നിർജീവമായി പോയതും സാറായിയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വം ഗ്രഹിച്ചിട്ടോ അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പുറമേയുള്ള മനുഷ്യൻ നാഡി നരമ്പുകൾ സ്തംഭിക്കാം, പക്ഷെ വിശ്വാസത്തിൽ ക്ഷീണിക്കത്തില്ല. ദൈവമക്കൾ, വിശ്വാസികളുടെ പിതാവിനെ അല്ലേ നമുക്ക് ദൃഷ്ടാന്തമായി കേൾക്കുക. അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നു, വാദം വന്ന് തളർന്ന് കട്ടിലേക്ക് കിടക്കേണ്ടി വന്നാൽ നീ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. നിന്റെ അതേ പുനരുത്ഥാനത്തിന് അല്ലെങ്കിൽ രൂപാന്തരത്തിന് സ്വർഗത്തിൽ പോകുന്നതിന്റെ അർത്ഥമല്ല ആ അകത്തെ മനുഷ്യൻ പറക്കുന്ന അതേ പ്രാവിനെ പോലെ ചിറകടിക്കണം. അത് വിസിൽ കേട്ടാൽ ഓടുന്ന കുതിരയെ പോലെ ചലിക്കുന്നതായിരിക്കണം ആത്മീയത്തിൽ. അതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവഗീതം. അതാണ്. അവർ അബ്രഹാം വിശ്വാസം ക്ഷീണിച്ചില്ല, വിശ്വാസം ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. പക്ഷേ ശരീരത്തിൽ നാടിനരമ്പുകൾ മൃതപ്രായ അവസ്ഥയിലുമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും രോഗികളോ ബലഹീനരുമായി പോയെങ്കിൽ അത് എടുക്കപ്പെടൽ അർത്ഥമല്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇന്നർ മീൻ ആൻഡ് ഔട്ടർ മീൻ. പുറത്തൊരു മനുഷ്യനുണ്ട്, അകത്തൊരു മനുഷ്യനുണ്ട്. ക്ഷയിക്കാത്തവനും ക്ഷീണിക്കാത്തവനും അകത്തെ മനുഷ്യനാണ്. ക്ഷീണിപ്പിക്കരുത്. ഇനിയും എഫേസ്യ ലേഖനം 3-ാം അധ്യായം വാക്യങ്ങൾ പറയുമ്പോൾ നോട്ട് ചെയ്ത് അത് ശ്രദ്ധിക്കണം. അതിന്റെ 16-ാം വാക്യം മുതൽ പൗലോസ് എഫേസു സഭയോട് പറയുന്നതായ ഒരു പ്രബോധനത്തിലെ ശക്തിയേറിയ വാക്കുകൾ എല്ലാം വായിക്കാൻ നേരമില്ലെങ്കിൽ ജോറോട്ടി ഒന്ന് ആരംഭിച്ചു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം, ദൈവം തന്റെ സ്വർഗീയ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം, അവന്റെ ആത്മാവിനാൽ, ഭൂമിയിലെ ധനമല്ല, സ്വർഗീയ ധനത്തിന് ദൈവിക മഹത്വമാണ്, അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അടുത്തത് വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ബലപ്പെടണം. ഇന്നർമേൻ ബലപ്പെടണം, അകത്തെ മനുഷ്യൻ ബലപ്പെടണമെന്ന്. ഇപ്പൊ നേരെ തിരിച്ച കാര്യങ്ങൾ പുറത്തെ അങ്ങ് കൊഴിപ്പിച്ച് ഒടുവില് ഒന്നും കഴിക്കാൻ വയ്യാതെയും വരും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നു നോക്കിക്കോ. അതെ, നീ 30 ദിവസം അവധി എടുത്താലും പട്ടിണി കിടന്നാലും ഒരു കുഴപ്പവുമില്ല. അകത്തെ മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവിനാൽ, ഭൂമിയുടെ ധനമല്ല സ്വർഗീയ മഹത്വത്തിലെ ആ ദൈവിക ധനത്തിനു ബലപ്പെടുന്നു. ഓരോരുത്തരും നോക്കിക്കോണം. അത് വളർന്നില്ലെങ്കിൽ സംഗതി പോക്കാണ്. ഒരു കഴുകൻ ഇറച്ചിക്കൊട്ടയുടെ മുകളിൽ വട്ടമിട്ട് പറന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ദൃഷ്ടാന്തമായിട്ട് എടുത്താൽ മതി. അപ്പൊ ഈ ഇറച്ചി വെട്ടിക്കൊണ്ട് പോകുന്ന ആളിനോട് കഴുകാൻ പറഞ്ഞു, ഒരു കഷ്ണം എനിക്ക് തരല്ലോ, ഇത്രയും ഒരു ചുമടുണ്ടല്ലോ, പക്ഷേ തരാം, നിനക്ക് ഒരു തുണ്ട് ഇറച്ചി തരാം. നീ ഇറച്ചി തരുമ്പോൾ എനിക്കൊരു തൂവല് എനിക്ക് തരണം. ഒരു തൂവലിന് ഒരു തുണ്ട് ഇറച്ചി. അതിനെന്നാ പ്രയാസം, എനിക്ക് ഇത്രയും ആകെ തൂവലെ കുറെ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. ഓരോ ദിവസവും ഇറച്ചിയുടെ ഓരോ തുണ്ട് വാങ്ങിച്ചു, തൂവലയിൽ ഓരോന്ന് കൊടുത്തു. ഒടുവിൽ ഈ ഇറച്ചി എടുത്തപ്പോൾ ഇറച്ചിക്കൊട്ടയില് പുള്ളിയും കിടന്നൊരു തുണ്ട് പോലെ. നിന്റെ ശക്തി ലോകസുഖങ്ങൾക്കും ജഡീകത്വത്തിനും ഭൗതികതയ്ക്കും ദൈവമില്ലാത്ത പ്രത്യാശയില്ലാത്ത പാപമയമായ നിന്റെ പോക്ക് പോയാൽ കുഞ്ഞേ, നീ ഇതൊന്ന് ഓർക്കണം. ഒരു ദൃഷ്ടാന്തം ഞാൻ പറഞ്ഞതാണ്. ലോകസുഖങ്ങൾക്ക് വേണ്ടി നിന്റെ ശക്തിയുടെ ആ ചിറക് നീ നഷ്ടപ്പെടുത്തരുത്. ആത്മാവിന്റെ ശക്തിയുടെ ആ ബലം നഷ്ടപ്പെടുത്തൽ ഒടുവിൽ വന്ന് ഈ ജഡത്തിന്റെ ശക്തി കൊഴുത്തു മൂത്ത് ഒടുവിൽ എടുക്കപ്പെടാൻ കഴിയാതെ ശത്രുവിന്റെ പിടിയിൽ അമരുന്ന ഒരവസ്ഥയിൽ എത്തുവാൻ ആർക്കും ഇടയാകരുത്. രാത്രി ഞാൻ പറയട്ടെ, അവന്റെ ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മാവിന്റെ ശക്തിയാൽ ബലപ്പെട്ട് അത് എടുക്കപ്പെടുവാൻ ഒരുക്കപ്പെടേണ്ടവരാണ് ഈ രാത്രി വന്ന സകല ദൈവമക്കളും. അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ എന്താ വേണ്ടത്? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം. അടുത്തത് വരം നൽകണമെന്ന്. അടുത്തത് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നണം. ഇപ്പോഴതേ ഉള്ളില്ലാത്തത്. എവിടെ ഊന്നേണ്ടത്? IPC ഊന്നണം. ചർച്ചകൾ, അസംബ്ലീസുകൾ, സംഘടനയുടെ പേരെല്ലാം മതം അങ്ങ് പറയാം. കുഞ്ഞുങ്ങളെ അബദ്ധമൊന്നും പറ്റില്ലേ. വേര് ക്രിസ്തുവിലല്ലെങ്കിൽ ഒരു ഗുണവും വരത്തില്ല. വെറുതെ പ്രലോഭനങ്ങൾ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും ഏതാണ്ട് വാശി പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നതായിരിക്കല്ലേ? ഒരിക്കലും നടക്കില്ല. ഉപദേശം എന്നും ഉപദേശമാ. നിങ്ങൾ ഊന്നേണ്ട പേര് സ്നേഹത്തിൽ, അത് ക്രിസ്തുവിൽ അകത്തു വാഴേണ്ടത് ക്രിസ്തുവെങ്കിൽ സ്നേഹത്തിൽ വേര് ഊന്നുകയാണ് നമ്മുടെ ജോലി. അടുത്ത വാക്കെന്ന് വായിച്ചു. അടിസ്ഥാനമുള്ളവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്താ എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും. അല്ല, സിനിമാ സ്റ്റൈലിലല്ല, ജഡികന്മാരോടല്ല, ലോകക്കാരോടല്ല, സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കേണ്ട ക്വാളിറ്റി നിനക്ക് വേണം. ഞാൻ ആണിനോടും പെണ്ണിനോടും സ്ത്രീയോടും പുരുഷനോടും ഞാൻ പറയുകയാണ്, ആ ക്വാളിറ്റി നമുക്ക് വേണ്ടുന്നത് ക്രിസ്തുവിന് അനുരൂപമാകുന്ന വിശുദ്ധന്മാർക്ക് യോഗ്യമായ വേഷം, യോഗ്യമായ ഭാഷ, യോഗ്യമായ നിലപാട്, യോഗ്യമായ അദ്ദേഹത്തിന്റെ പോക്ക്
വിശുദ്ധന്മാർക്ക് യോഗ്യമായിട്ട് വേണം, എങ്കിലേ ആത്മീയം ഉണ്ടാവുള്ളൂ. എന്നോട് മുഷിയില്ലെന്നാ വിചാരിച്ചു, മുഷിഞ്ഞാലും ഒന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ തെളിച്ചൊന്ന് മനസ്സിലാക്കി വെക്കണേ. അങ്ങോട്ട് എടുക്കപ്പെടാനുള്ള യോഗ്യത ഞാൻ ഈ പറയുന്നത് ഇത്ര ബന്ധപ്പെട്ട വാക്യം വെച്ചാട്ട് താഴോട്ട്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകയോ ദൈവത്തിന്റെ സകല നിറയോളം നിറഞ്ഞു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത അധ്യായം ക്രിസ്തുവാകും തലയോളം സകലത്തിലും വളരണം വിശ്വാസി. വരളുകയല്ല, വളരുകയാണ്. ഒരു മിനിറ്റ് ഒന്ന് ഓർത്തേ, എന്റെ ജീവിതം വളർച്ചയാണോ വരൾച്ചയാണോ? നിന്റെ വരൾച്ച മാറ്റുവാൻ പരിശുദ്ധാത്മാവ് ഇന്നു രാത്രി വചനവുമായി നിന്നോട് വാദിക്കുകയാണ്. ആ വരൾച്ചകൾ മാറിപ്പോകട്ടെ, മന്ദതകൾ മാറിപ്പോകട്ടെ, ആ ക്ഷീണമെല്ലാം മാറിപ്പോകട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവെന്ന് പറഞ്ഞ ദൈവം നിന്നെ അനുഗ്രഹ സമൃദ്ധിയെ പുതുക്കിയെടുക്കാൻ നമ്മുടെ നടുവിലുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കുന്നവർ ഏറ്റെടുക്കുവാൻ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ആഗ്രഹിക്കുന്ന ആത്മാക്കൾ കരമുതിർത്തി സ്തോത്രം ചെയ്തു. അത് ഇടയ്ക്കൊരു സാക്ഷ്യമല്ലേ? ശരി, വേഗം മുമ്പോട്ട് നീങ്ങുക. അപ്പോൾ അകമേ ഉള്ള മനുഷ്യനുണ്ട്, പുറമേയുള്ള മനുഷ്യനുണ്ട്. ഇനി 2 കൊരിന്ത്യർ 7:1 തെളിവ് തരിക. ഞാനിത് പ്രൂഫ് ചെയ്തുകൊണ്ട് പോവുക, ചുമ്മാ പറഞ്ഞു വിടാൻ ഒക്കുകയില്ലല്ലോ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ അവർക്കല്ല, നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നമ്മെ തന്നെ നീക്കിക്കഴിഞ്ഞ് നമ്മെ തന്നെ വെടിപ്പാക്കണം. നമ്മുടെ വെടിപ്പാക്കൽ മറ്റുള്ളവരെയാണ്. തിരുവെഴുത്ത് പറയുന്ന നമ്മെ തന്നെ വെടിപ്പാക്കണമെന്ന്. ഇന്ന് ഇത് ഏറ്റെടുക്കാൻ ഇവിടെ ആരുണ്ട്? ഇടയ്ക്ക് നേരം ഒന്നും അധികമില്ല. ഞാൻ ചോദിക്കട്ടെ, ആവശ്യമുള്ള കാര്യം പറഞ്ഞു തരണമല്ലോ. തീമോഥെയോസിന്റെ അതേ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ ഇവയെ വിട്ടകുന്ന തന്നെത്താൻ വെടിപ്പാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ലോകമാലിന്യങ്ങളെ വിട്ടകന്ന് മറ്റാരെയും ആ ജോലി ഏൽപ്പിക്കല്ലേ. കർത്താവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവ് പറയുന്നത് നീ ശുദ്ധീകരിക്കണമെന്നാണ്. തന്നെത്താൻ വെടിപ്പാക്കണം. ഈ വാക്ക് പലയിടങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവകൃപയ്ക്കും വിശുദ്ധിക്കും തടസ്സമായി നമ്മിൽ നിൽക്കുന്ന വല്ല ജഡസ്വഭാവങ്ങളും ഉണ്ടെങ്കിൽ എണ്ണിപ്പറഞ്ഞിറക്കി വിട. ഇവിടുന്ന് പോകുമ്പോൾ ഒരു പുതു സൃഷ്ടിയായിട്ട് വേണം പോകാൻ. ഈ വരവിൽ, കർത്താവിന്റെ വരവിൽ തടസ്സം നിൽക്കുന്ന യാതൊരു കാര്യങ്ങളും നമ്മുടെ ചെയ്ത് വരാൻ പാടില്ല. അപ്പൊ കാര്യങ്ങള് അനേക സ്ഥലങ്ങളിൽ നിങ്ങൾ അകത്തെ മനുഷ്യൻ. അപ്പോൾ വാഗ്ദത്തങ്ങള് പ്രാപിക്കേണ്ട വിശ്വാസികളെ നമ്മോട് പറഞ്ഞ ജഡത്തിലും ആത്മാവിലുള്ള സകല കന്വേഷണവും മാറ്റി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചെടുക്കണം. വിശുദ്ധി എന്താ വേണം? കുറയ്ക്കുകയല്ല. ഇന്ന് നമ്മൾ പൊതുവെ നോക്കിയാൽ വിശുദ്ധി കുറച്ചുകൊണ്ട് വരിക. വൻ പുള്ളികൾ മുതലായാലും വിശുദ്ധി കുറച്ച് കൊണ്ടുവരിക. കുഞ്ഞെ എടുക്കപ്പെടുകയില്ലേ? കഴുകന്റെ സ്ഥിതി വരരുതേ. വിശുദ്ധി ഓരോ ദിവസം കഴിയുന്തോറും നാം തന്റെ വിശുദ്ധിയെ പ്രാപിക്കാനാ ദൈവം നമ്മെ വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിന്, അപ്പോസ്തലനായാലും പ്രവാചകനായാലും കർത്താവിനെ കാണുകയില്ല. ആകയാൽ വിശുദ്ധീകരണമാണ് നമ്മുടെ എപ്പോഴുമുള്ള ശ്രദ്ധയിൽ വരേണ്ട കാര്യം. ശുദ്ധീകരണം. ഈ ഇരിപ്പിൽ തന്നെ നമ്മുടെ കുറവുകൾ കൊണ്ട് വചനപ്രകാരം ഉണർവാൻ ശുദ്ധീകരണമാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആരും അതിന് നിങ്ങളുടെ യഹോവയായ ഞാൻ അതേ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ എനിക്ക് വിശുദ്ധരായിരിക്കണം. ദൈവത്തിന്റെ സ്വഭാവമാണ് വിശുദ്ധി. അത് തന്റെ മക്കൾക്ക് വേണം. അത് നിശ്ചയമാണ്, കുറയ്ക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇനി അടുത്തത്, എടുക്കപ്പെടുന്ന വിശ്വാസി ദേഹം, ദേഹി, ആത്മാവെന്ന ഈ 3 ഘടകങ്ങളുള്ളവനാകയാൽ ഈ എടുക്കപ്പെടേണ്ട വിശ്വാസി ദേഹത്തിൽ എങ്ങനെ ജീവിക്കണം, ദേഹിയിൽ എങ്ങനെ ജീവിക്കണം, ആത്മാവിൽ എങ്ങനെ. നമുക്ക് ഈ ജീവിതത്തിനൊരു ചാപ്റ്റർ തന്നിട്ടുണ്ട്. ഈ വേദോത്സവം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കേണ്ട ഉപദേശമായി തന്നിരിക്കുന്നത്. ഈ ഉപദേശത്തിനകത്ത് ഒരു വിശ്വാസി ഭൂമിയിലായിരിക്കുമ്പോൾ ദേഹത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ദേഹം എങ്ങനെ ആയിരിക്കണം? ദേഹിയിലാണ് ജീവിക്കുന്നത്. ദേഹവും ആത്മാവും ഉണ്ട്. എങ്ങനെ ജീവിക്കണം? ജഡത്തിലും ആത്മാവിലും സകല കന്മഷവും മാറ്റി ദൈവഭയത്തിൽ തന്നെ ഒരുക്കി വിശുദ്ധനായിരിക്കണം. ഇതല്ലേ നമ്മുടെ ഉപദേശം. നമുക്ക് ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. അതുകൊണ്ട് ഒന്നാമത്തേത് ഞാൻ ഈ സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ആ ഉപദേശപ്രകാരം ആദ്യത്തേത്, വിശ്വാസി എടുക്കപ്പെടണമെങ്കിൽ ദേഹത്തിൽ എങ്ങനെ ഇരിക്കണം. ശ്രദ്ധിക്കുന്നു. ചെറിയൊരു സ്വതന്ത്രം പറയുന്നതിന് ഉപദ്രവമില്ല. കാരണം നല്ലൊരു കാര്യമായിട്ടാണ്. നമുക്ക് ഇന്ന് ഒരുക്കപ്പെടാൻ വല്ല ബാലവും കിടപ്പുണ്ടെങ്കിൽ കറക്റ്റും ഈ യോഗം തീരുന്നതിന് സംഗതി നടന്ന് കർത്താവിന്റെ കാഹളത്തിൽ ഒരു കുഞ്ഞു പോലും തള്ളപ്പെട്ട് പോകരുതേ. റിക്വസ്റ്റ്. അതിന് ഒരുക്കമുള്ളവരാകണമേ. കർത്താവിന്റെ ഇച്ഛയത. നമുക്ക് മുമ്പോട്ട് നീങ്ങി. ശരീരം വിശ്വാസി ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണം? ആണും പെണ്ണും പുരുഷനും സ്ത്രീയും ഒക്കെ ശ്രദ്ധിക്കണേ. ഞാൻ വചനമല്ലാതെ ഒന്നും പറയത്തില്ല, അഭിപ്രായം ഒന്നും എനിക്കില്ല.
വചനത്തിൽ കർത്താവ് പറയുന്നതൊന്ന് എടുത്തു പറഞ്ഞു തരുന്നതല്ലാതെ വേറെ ഒന്നും ഞാൻ അവകാശപ്പെടാനില്ല. നമുക്ക് വാക്യങ്ങൾ എടുത്ത് വായിക്കാം. 1 കൊരിന്തി, പെട്ടെന്ന് 1 കൊരിന്തി 6-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ വിശ്വാസിയും വിശുദ്ധ ജീവിതവും ശരീരവും വായിച്ചാട്ട്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നോ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിങ്ങൾ താങ്കൾക്കുള്ളവരല്ലെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ദുബായിലെ ഈ കമ്മ്യൂണിറ്റികൾ ഇരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാകയാൽ നമ്മൾ നമുക്കുള്ളവരല്ലെന്ന് പറയുവാൻ അതേ പ്രാഗൽഭ്യമുള്ള എത്ര പേരിനകത്തിലുമുണ്ട്. അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ. സ്വത്രം. എന്നാ വാക്കിന്റെ അർത്ഥം? ഒന്നോട് നോർത്തേക്ക്. ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവ് വന്നു പോകുന്നതല്ല, നിങ്ങളിൽ സിറ്റിംഗ് ഇരിക്കുകയാണ്. ബഹുത്വന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങൾ വസിക്കുന്നു. ഈ മൺകൂടാരം എന്താണെന്നറിയാമോ? ത്രിയേക ദൈവത്തിന്റെ വീടാണ്, മന്ദിരമാണ്, ആലയമാണെന്ന്. അതിന്റെ വെയിറ്റ് കുറയ്ക്കരുത്. എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ താമസ സ്ഥലമാണ്. സകല വിശ്വാസികളും രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ ആത്മാവിൽ ജീവൻ നയിക്കുന്ന വിശ്വാസികളെ, ദൈവമക്കളെ, ഓർക്കണേ, എന്റെ ശരീരം ആത്മാവിന്റെ വീടാണ്, അല്ലെങ്കിൽ ബംഗ്ലാവാണ്, അല്ലെങ്കിൽ ആലയമാണ്, അല്ലെങ്കിൽ നിവാസമാണ്, അല്ലെങ്കിൽ കെട്ടിടമാണ്. നോക്കൂ, ഈ വാക്കുകളെല്ലാം പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന വീടിന്റെ പര്യായ പദങ്ങളാണ്. നിങ്ങൾ വിശ്വസിക്കുന്നു? എന്റെ ശരീരം പരിശുദ്ധാത്മാവ് താമസിക്കുന്ന വീടാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളോട് സ്തോത്രം പറയാൻ ഞാൻ പറഞ്ഞാൽ അത് ഹൃദയത്തിലുള്ളവരുടെ സ്തോത്രം എന്ന് പറഞ്ഞ് എന്റെ വീട് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. എല്ലാവരും കൈ പൊക്കിയില്ല, പൊക്കിയവര് ചെവിവട്ടം താഴെയാ പൊക്കിയത്. അതൊക്കെ ഞാൻ നോക്കുന്നു. കാരണം ഉറപ്പില്ലേ, പറയില്ലേ കുഞ്ഞുങ്ങളെ, ദൈവസന്നിധി പാപം ചെയ്യരുത്. അത് തന്നെയാ. അതാണ് ശ്രദ്ധ വേണം. ഈ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട്. ആകയാൽ നിങ്ങൾ എന്നാ ചെയ്യണം? നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ ശരീരം എന്തിനുള്ളതോ? ശരീരം കള്ളും കുടമല്ല, കഞ്ചാവൂറ്റിയല്ല, പുഹക്കോടലല്ല. ഓർക്കണേ, വിശുദ്ധന്മാരുടെ ശരീരം എങ്ങനെയുള്ളതാണ്? കള്ളും കുടവും കഞ്ചാവൂറ്റിയും പുഹക്കടലും പൊടിക്കുപ്പിയും മേക്കപ്പ് സെന്ററും ഒന്നുമല്ല. 5 കാര്യം പറഞ്ഞു, മറക്കല്ലേ. ബാക്കി നോക്കി ചിലപ്പോൾ മറക്കാം. എന്തോ അല്ല, ആദ്യം കാണാൻ പഠിക്കുന്നവർ ഞാൻ നിൽക്കും. ശരീരം ദൈവത്തിന്റെ ദാനമായി പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഈ മൺകൂടാരം എന്താണെന്നാ പറഞ്ഞത്? ദൈവത്തിൻ്റെതാ. ഒറ്റയ്ക്കെടുത്തതല്ല, പാട്ടത്തിനെടുത്തതല്ല, പണയത്തിനെടുത്തതല്ല, വാടകയ്ക്കെടുത്തതല്ല. ഈ ശരീരം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. പൊന്നും വെള്ളിയും കൊണ്ടല്ല, നമ്മുടെ ശരീരം കർത്താവായ യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. ആകയാൽ വിലയ്ക്ക് വാങ്ങിയവന്റെ വകയാണെന്ന് പറയുന്നതിൽ അഭിമാനമല്ലേ ഉള്ളൂ? വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കൾ വിശ്വാസമുണ്ടോ? നിങ്ങൾ ദൈവത്തെ തുറന്ന ഹൃദയത്തോടെ സ്തുതിച്ച്, എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്, കുഞ്ഞാടിന്റെ രക്തത്താൽ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടതാണ്. ശരി. അപ്പൊ നമ്മുടെ ശരീരം ദൈവത്തിന്റെയാണ്. നമ്മുടെ ശരീരം കള്ളിനും കഞ്ചാവിനും പൊടിക്കൊപ്പയ്ക്കും പുഹക്കൊടലിനും ഉള്ളതല്ല. അതുകൊണ്ട് മേക്കപ്പ്, പാരീസ് മോഡലും അത് സിനിമാ സ്റ്റൈലും അഭിനയിക്കുവാനല്ല കുഞ്ഞെ നിന്നെ ദൈവം രക്ഷിച്ചത്. ഇതെല്ലാം വെറുത്ത്, ഇതെല്ലാം മാറ്റി സുന്ദരവും സുഗമമായ നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് ദുഃഖിക്കാതെ ഈ കൂടാരത്തിൽ പാർക്കുവാൻ ജീവിത വിശുദ്ധി, ലോകമയത്വമില്ലാത്ത ജീവിത വിശുദ്ധി വേണം. ലോകമയത്വമില്ലാത്ത ജീവിത വിശുദ്ധി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ശരീരം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. മദ്യപാനി സ്വർഗരാജ്യത്തിൽ പോകുകയില്ലെന്നറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് മദ്യക്കുപ്പിയും തണ്ണിക്കുപ്പിയും ഒന്നും കൂടുവൊന്നുമല്ല. പിന്നെ ദുർനടപ്പിന്റെ വഴികളാണ് ചൂതുകളി, ചീട്ടുകളി, സിനിമാ വഴി, നാടക വഴി, സർക്കസ് വഴി. പിന്നെ ഉണ്ടല്ലോ ഇങ്ങനെ വരുന്ന ജഡത്തിന്റെ വഴികളുണ്ടല്ലോ, ഇത് ദൈവസന്നിധിയിൽ എത്താൻ പര്യാപ്തമല്ല. ആ ദുർനടപ്പിന്റെ പാത നരകത്തിൽ കൊണ്ടുവയ്ക്കും. ഈ വഴികൾ വിട്ടൊഴിഞ്ഞ് തന്നെ ശുദ്ധീകരിക്കണമെന്നാണ് പറഞ്ഞു. ഇവിടെ വന്നിരിക്കുന്നവരൊന്നും ഉള്ളവരല്ല എന്ന് ഞാൻ കരുതുന്നു. അതോ വല്ല വിധത്തിൽ രഹസ്യമോ പരസ്യമായിട്ടുണ്ട്. കുഞ്ഞെ, നിനക്ക് കർത്താവിനുള്ളൊന്ന് പോകണോ? ഈ ദുഷ്ട ലോകത്തിൽ നിന്ന് നിനക്കൊന്ന് മാറുവാൻ കർത്താവിനോട് കേൾക്കണമെങ്കിൽ ഈ പാപമയമായ സകല പദ്ധതികളും വിട്ടൊഴിഞ്ഞ്, രഹസ്യഭാവവും പരസ്യഭാവവും വിട്ടൊഴിഞ്ഞ്, എന്റെ കർത്താവേ, ഇവയിൽ ഇന്ന് രാത്രി മുക്തമാകുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ എന്ന് ഉള്ളത്തിൽ നീ നൊന്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തും.
അതുകൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു, വാക്കിയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യണം. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. വിശ്വാസി സ്തുതി സ്തോത്രം നീ പറയുമ്പോൾ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഇവിടെ വെറുതെ വന്ന് കുത്തിയിരിക്കുന്ന സർവക്കല്ലല്ല, ദൈവത്തെ സ്തുതിപ്പാൻ യോഗ്യമായ നിലയിൽ സ്തുതിപ്പാൻ വന്നവരാണ് വിളിക്കുന്നത്. അതുകൊണ്ട് സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്നാ കർത്താവ് പറഞ്ഞു, യോഗ്യമെന്നാ പറഞ്ഞു. അപ്പൊ ശരി, ആ വാക്യം അത് ഓർത്തിരിക്കട്ടെ. അടുത്ത് ശരീരവും അതേ ആത്മാവ് വസിക്കുന്ന ശരീരം. 3:16 1 കൊരിന്ത്യർ, 12:1 റോമാലേഖനം, 6:12 റോമാലേഖനം പറഞ്ഞു വെക്കുകയാണ്. സമയം പോകാതിരിക്കാൻ ഓരോന്നേ വായിക്കാവൂ. വേഗം വായിക്കൊള്ളട്ടെ. ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങൾ വിശ്വാസികൾ ദൈവത്തിന്റെ മന്ദിരമെന്നും പിന്നെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നിങ്ങൾക്കറിയാമോ? ഇവിടെ ഏറ്റവും ഈസായിട്ട് എല്ലാവരോടും തന്നെ ഒരു ചോദ്യമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം അഥവാ പള്ളി അറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? അറിയാൻ വയ്യ കാര്യമില്ല, ഇല്ലെങ്കിൽ പറയുന്നു അത് തന്നെയാണ് ഈ ശരീരം ദൈവാത്മാവിന്റേതും വാസസ്ഥലവുമാണ്. അടുത്ത വാക്ക് വായിച്ചു. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, അങ്ങനെ തന്നെ നിങ്ങളും അങ്ങനെ തന്നെ. ഇതിനകത്ത് കടന്നു വന്ന സകല വിശുദ്ധന്മാരോടുന്നു, നിങ്ങളും അങ്ങനെ തന്നെ ദൈവത്തിന്റെ മന്ദിരമാണ്, വിശുദ്ധ മന്ദിരമാണ്. വിശുദ്ധ മന്ദിരമായ ഈ ശരീരത്തിൽ ദൈവാത്മാവ് വസിക്കുന്ന ജീവിതങ്ങളെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കരുത്. പാപം ചെയ്ത് അതേ ദൈവ കോപം വരുത്തി നശിപ്പിക്കുവാനിടയാകരുത്. ദൈവപ്രിയമുള്ളവരായി പ്രസാദമുള്ളവരായി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. അതല്ല നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വാക്യത്തിന്റെ അർത്ഥം കൂടുതൽ വിശദീകരിച്ചു തരാൻ നേരമില്ല. പല ആൾക്കാരും ലോകത്തിന്റെ പല ഭാഗങ്ങൾ അനേക ചോദ്യങ്ങൾ ചോദിക്കും. ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഈ ഒരു വാക്യമാണ്. അല്ലേ പാസ്റ്ററേ, ഈ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ശരീരം അതിന്റെ അർത്ഥം എന്താ? പള്ളിക്ക് പോകാൻ പോകുന്നു. പിന്നെ എന്തുവാ അതിന്റെ അർത്ഥം? എന്തുവാ? ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ വീടാണ്. ഈ വീടിനെ ദൈവവിശുദ്ധിക്ക് യോജിക്കാത്ത പാപപ്രവൃത്തി നിന്റെ ശരീരം കൊണ്ട് ചെയ്യരുത്. ഒത്തിരി കാര്യങ്ങൾ അറിയാതെയും വരുന്നു. സമയമുണ്ടായിരുന്നെങ്കിൽ അതെന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഇട്ട് അങ്ങോട്ട് പറയാമായിരുന്നു. അതൊന്നും ജനറലായിട്ടൊന്ന് പറയാൻ ഇപ്പോൾ ഒക്കെ ഉള്ളൂ. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നു, ദൈവാത്മാവിന് മന്ദിരമായ ശരീരം പാപമലിനമാകരുത്, വിശ്വാസി ജീവിക്കണം. സ്തോത്രം. നമുക്ക് കഴിയുന്ന കാര്യമേ ഉള്ളൂ. എൻ്റെ പ്രിയമുള്ളവർ, ഏതായാലും ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി. അതുകൊണ്ട് ആ വഴിക്കൂടി ഇനി എൻ്റെ ദൈവത്തിന് ഇഷ്ടത്തിന് അങ്ങ് ഏൽപ്പിച്ചു പോവുക. ഇച്ചിരി ലോകവും ഇച്ചിരി ലോകമുണ്ട്. ജനമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇതൊക്കെ ദൈവത്തോട് ശത്രുത്വമാണ്. ആകയാൽ ആ വഴികൾ വിട്ട് ദൈവത്തിന് വഴി യാത്ര ചെയ്യണമെന്നേ ഉള്ളല്ലോ. അതിനെന്നെ ബുദ്ധിമുട്ട് തന്നെയാ. ദൈവത്തിന്റെ സ്തോത്രം. അതേ സന്തോഷത്തോടെ എവിടെ പോയാലും നമുക്കൊരു പ്രമാണമുള്ള ജനമാണ്. ദൈവത്തെ സ്തുതിക്കല്ലോ. ലോകക്കാരുടെ അവിടെ ചെല്ലുമ്പോൾ ലോകക്കാരനും ദൈവമക്കളുടെ കൂടി വരുമ്പോൾ ദൈവമക്കളും അതേ അവസരത്തിനൊത്ത് വേഷം കെട്ടുന്ന പെന്തക്കോസ്ത് വിശ്വാസികൾ ഇല്ലാതില്ല. അത് ചെയ്യരുത്. നീ രഹസ്യത്തിലും പരസ്യത്തിലും ജോലിക്കും വീട്ടിലും പഠിക്കുമ്പോഴും അതേ വിരുന്ന് പോകുമ്പോഴും ഞാനൊരു ദൈവ പൈതലാണ്, ഞാനൊരു വിശ്വാസിയാണ്, അവരുടെ മുൻപിൽ ഞാനൊരു വിശ്വാസിയാണ്, പാപ മാലിന്യങ്ങളില്ലാത്ത ഒരു വിശ്വാസിയാണ് ഞാൻ എന്ന് പറയുവാൻ നിനക്ക് ഒരുക്കമുണ്ടോ? എങ്കിൽ ഇതൊരു പ്രശ്നമുള്ള കേസല്ല. വേഷം മാറരുത്, ആള് കളിക്കരുത്, അതേ അവസരത്തിനൊത്ത് പോകരുത്. പ്രൈസലോ. സമായോഗത്തിൽ വരുമ്പോൾ മാലാഖയും വിവാഹ വീട്ടിൽ പോകുമ്പോൾ അതേ സിനിമാ നടിയുമാകരുത്. അതന്നെയാ പറഞ്ഞത്. സ്തോത്രം. എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ പറയാം, നാട്ട് വായിച്ചാട്ട്. അപ്പൊ 12:1 റോമാലേഖനം 12:1. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ ഇനി വാഴരുത്. മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. 12:1 വായിക്കും. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നെന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദം വരുമാറ് പ്രസാദമുള്ള യാഗമായി സറണ്ടർ ചെയ്യുവീൻ. അടുത്തത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യമായി ഇന്ന് നാളെ ജീവിക്കുന്ന കാലം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് കല്ലിച്ചിരിക്കുകയല്ല, മനസ്സ് പുതുക്കി സ്തോത്രം ചെയ്ത് രൂപാന്തരപ്പെടണം. പലപ്പോഴും ആ കല്ലിപ്പ് വരുന്നു, അത് തെറ്റാണ്. ഹൃദയത്തിൽ താഴ്ത്തിക്കൊടുത്ത് ദൈവേക്ഷ ഏൽപ്പിക്കുക. നമ്മുടെ ദേഹം ആത്മാവിൽ വിശുദ്ധരായിരിക്കണം. ആകയാൽ നമ്മൾ ജീവനുള്ള യാഗമാണ്, അത് ദൈവിക ജീവനാണ്.
അത് ദൈവപ്രസാദമാണ്, അത് ദൈവ ഇഷ്ടത്തിനുള്ളതാണ്. ആ വാക്കുകളിൽ വിശ്വാസിയുടെ ശരീരം എങ്ങനെ, ഇത് ആത്മാവിന്റെ കാര്യമൊന്നുമില്ല പറയുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ ശരീരമായ മന്ദിരം, നിങ്ങളുടെ ദേഹമെന്ന ആലയം, ഇതൊക്കെയാണ് ഇതിന്റെ പ്രയോഗങ്ങള്. അത് ദൈവത്തിനുള്ളതെന്ന് കംപ്ലീറ്റ് വെച്ചുകൊണ്ട് ദൈവം പ്രസാദിക്കാത്ത, ദൈവത്തെ ഇരുത്താൻ കൊള്ളാത്ത പണിയൊന്നും കാണിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ചിലർ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാനിത് അനേകത്ത് കണ്ടിട്ടുണ്ട്, പുറകെ പിടിക്കും, നിവർത്തിയില്ലാഞ്ഞ് താഴെ കൂടെ പാൻ്റെ കൂടെ വീണ് തീയും പിടിച്ച് കൈയും പൊള്ളിയവനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം കയ്യിലിരിക്കുന്നത്, ഞാനും അല്പം അങ്ങ് നീക്കും, ഞാൻ മാറുകയില്ല, ഇത് താഴെ വീഴുകയോ കണ്ടിട്ടേ മാറുകയുള്ളൂ. എന്തിനാ? നമ്മളെയൊക്കെ കാണുമ്പോൾ അത് ചെയ്യുന്നത് തെറ്റാണെന്നൊരു തോന്നലുണ്ട്. ചിലർ പല ഭാവവും മാറ്റിവെക്കും. കുഞ്ഞെ, ദൈവം കാണാൻ നിന്നെ ഈ ഒരിടവും രഹസ്യമില്ല. ദൈവം കാണുന്ന നോക്ക്. പാസ്റ്റർ പോട്ടെ, അല്ലെങ്കിൽ വിശ്വാസി പോട്ടെ, ഇതാരെ പേടിക്കാനോ? നമ്മളുണ്ടാക്കിയ കാശല്ലേ? ദൈവം നിന്നെ കാണുന്നു, ഇരുട്ടിലും വെളിച്ചത്തിലും കാണുന്നു. ദൈവം പ്രസാദിക്കാത്ത പാപപ്രവൃത്തി ചെയ്യരുത് വിശ്വാസി. പ്രകൃതിപ്പം ഉള്ള പരിപാടി വഴികൾ പറഞ്ഞു തരികയാണ്. അപ്പോൾ ആ വിഷയങ്ങൾ ആരും താളം തെറ്റിക്കരുത്. ഇനി ഇങ്ങോട്ട് നേരമൊക്കെ ഓടിപ്പോവുക. നിങ്ങൾ അടുത്തത് 12:6, അല്ല 6:12, റോമാലേഖനം 6:12. പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ, പാപം ഇവിടെ വഴുന്നേ, ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനിയും വാഴല്ലേ. ഈ യോഗം കഴിഞ്ഞാന്നോ? ആ വാക്കിന് അർത്ഥം എന്തുവാ? പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ മോഹങ്ങൾ അനുസരിക്കാൻ ഇനിയും വാഴില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് അല്ല. എന്നാന്ന് റോമാലേഖനം 6:3, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടവരായ നിങ്ങൾ, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട നിങ്ങൾ, ക്രിസ്തുവിനോട് അടക്കപ്പെട്ടവരായ നിങ്ങൾ, ക്രിസ്തുവിനോട് കുഴിച്ചിടപ്പെട്ടവരായ നിങ്ങൾ, ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റവരായ നിങ്ങൾ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന നിങ്ങൾ. നോക്കൂ, 11-ാം വാക്യം വരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്തൃകൂട്ടം നടക്കുന്ന ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ ആ ദൈവകൃപയിൽ വന്നേച്ച് പാപ മാലിന്യങ്ങളിലേക്ക് പോകരുത്. മർത്യശരീരത്തിന്റെ അവയവങ്ങൾ പാപത്തിനല്ല, പ്രവൃത്തികൾക്കല്ല, പിന്നെ ദൈവത്തിനുള്ളതാകയാൽ മർത്യശരീരത്തിൽ അതിന്റെ അവയവങ്ങൾ പാപത്തിന് വിട്ടുകൊടുക്കരുത്. എന്നാ വാക്കിന്റെ അർത്ഥം? പാപം ചന്തയിലല്ല, അങ്ങാടിയിലല്ല, പിന്നെ പാപം വാഴുന്ന മറ്റു സ്ഥലങ്ങൾ പലയിടമുണ്ട്. അല്ല, പാപം മർത്യ ശരീരത്തിലാണ് വാഴുന്നത്. അത് വിശ്വാസികളോടാ പറയുന്നത്, ലോകക്കാരോട് പറയുന്ന വാക്യമല്ല. ഒന്ന് ഓർത്ത് നോക്കി, ഒന്ന് ചിന്തിക്കാൻ സമയം വേണമല്ലോ. എൻ്റെ ശരീരത്തിൽ, എൻ്റെ അവയവങ്ങളിൽ പാപം വാഴുന്ന പദ്ധതിയുണ്ടോ? നിന്റെ തലമുടി മുതലെന്ന് നോക്കി, കോലം കെട്ടിയതാണോ, കാലത്തിനൊത്തതാണോ, അതോ ഭക്തന് ചേരുന്നതാണോ? ശ്രദ്ധിക്കും. നോക്ക്, വേദപുസ്തകത്തിൽ മുടിയുടെ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ദേഹത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവയവങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യരുതാത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ താളം തെറ്റിക്കരുത്. ഈ മർത്യ ജീവിതത്തിൽ ശരീരത്തിനുള്ള വ്യവസ്ഥിതികൾ കെട്ടവട്ടമായി പഞ്ചഗ്രന്ഥങ്ങൾ അതിശക്തമായി ഘോഷിച്ചിട്ടുണ്ട്. പഴയ നിയമത്തില് അതിന്റെ ചില കാര്യങ്ങൾ എടുത്ത് ആവർത്തിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ശരീരത്തിൽ ചെയ്യരുതാത്ത അനേക കാര്യങ്ങൾ. അതുകൊണ്ട് സ്ത്രീ തലയിൽ മുടി ഇടണം, മുടി എതിരോട് കിടന്നാൽ എന്നാ? അത് വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ കൽപ്പനയാണ്. പുരുഷൻ മുടി നീട്ടരുത്, അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. സ്വർഗത്തിലെ കാര്യം പറയുമ്പോൾ മുടിയുടെ കാര്യവും കാലിന്റെ കാര്യവും നഖത്തിന്റെ കാര്യം. കുഞ്ഞുങ്ങളെ, ഈ ശരീരത്തിന്റെ സകല അവയവങ്ങളും ദൈവത്തിന് മഹത്വം കരയറ്റാനാണ്, അത് ജഡത്തിന്റെ സുഖത്തിനല്ല. നിങ്ങളതൊന്ന് മനസ്സിലാക്കി ദൈവത്തിന് ഹൃദയപൂർവ്വം ഒരു സ്തോത്രം ചെയ്യുവാൻ ഇടയാകേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ 19-ാം അധ്യായത്തിന്റെ ലേവ്യ പുസ്തകം 25-ാം വാക്യം ചോരട്ടി പെട്ടെന്ന് 26-ാം വാക്യം എന്ന് വെച്ചാൽ ഒരൊറ്റ വാക്യം എടുത്ത് വായിച്ചാൽ മതി. ശരീരത്തിന് പ്രമാണമുണ്ടോ? പഴയ നിയമത്തില് 100 കണക്കിന് വാക്യം വായിച്ചു തരാനുണ്ട്. ഒരു വാക്യം എടുക്കട്ടെ. ദൈവം ഈ കാര്യം നിഷ്കർഷിക്കുന്നതാണ്. കെ ചെറിയന്റെ അഭിപ്രായമല്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാം, പക്ഷെ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ബോധപ്പെടുത്തുന്നത് എന്റെ കടപ്പാടാണ്. വായിച്ചു കുഞ്ഞെ, 19:26. രക്തത്തോടു കൂടിയുള്ള തിന്നരുത്. തീറ്റി എന്ത് വരുന്ന പോരെ. അടുത്ത വാക്കൊന്ന് വായിച്ചു. ആഭിചാരം ചെയ്യരുത്. ആഭിചാരം ചെയ്യരുത്. മുഹൂർത്തം നോക്കരുത്. മുഹൂർത്തം നോക്കരുത്. നിങ്ങളുടെ തലമുടി ചുറ്റും വിളുമ്പ് വടിക്കരുത്. തലമുടി ചുറ്റും വിളുമ്പടിക്കല്ലേ. കറമ്പന്മാരുടെ പണി ഈശോനെ കാണിക്കരുത്. കോലം കെട്ടുന്ന അതൊക്കെ തലയിലൊക്കെ നോക്കിയാൽ ചിലർക്കൊക്കെ അറിയാം. നമ്മുടെ ഇടയിലൊന്നും ഇല്ല, അതെ ഇവിടൊക്കെ ഇത് കുറവാ. വായിച്ചാട്ട് വാക്കിയൊന്ന് വെച്ചു. താടിയുടെ അറ്റം വിരൂപമാക്കരുത്. താടി നിനക്ക് വിരോധമൊന്നുമില്ല. കൊഞ്ചിതാടിയും ഫ്രഞ്ച് താടിയും മറ്റേ തകരത്താടിയും ഒന്നും വെക്കരുത്. ഇത് ഞാൻ എഴുതിക്കൊണ്ടുവന്ന പുസ്തകമല്ല, എന്റെ കർത്താവിന്റെ വചനമാണ്. പ്രാഗൽഭ്യത്തോടെ ഞാൻ സംസാരിക്കുന്നത്. ഇതിനകത്ത് A-Z ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിൽ സൂക്ഷിക്കേണ്ട കാര്യം ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്, വേറൊന്നുമല്ല. അടുത്ത വാചകം വായിച്ചാൽ, മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. അടുത്ത വാക്യം
മെയ്മേൽ പച്ച കുത്തരുത്. മെയ്മേൽ പച്ച കുത്തരുത്. ഞാൻ ഈ ഗൾഫിൽ വന്നൊരിടത്ത് പ്രസംഗിച്ചപ്പോൾ പച്ച കുത്തിയോ ശരീരവുമായിട്ട് എൻ്റെ അടുത്ത് ഒരുത്തം ഇനി ഞാൻ എന്നോ ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചത്. ഈ ഗൾഫിൽ ഈ പ്രാവശ്യത്തെ വരവ് ചോദിച്ചാ അതിനടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇനി ഞാൻ എന്തോ ചെയ്യണം, അറിയാത്ത കാലത്ത് കുത്തിപ്പോയി. കുഞ്ഞെ, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല, നിനക്കതിൽ പശ്ചാത്താപവും മാനസാന്തരവും ഉണ്ടല്ലോ, ചെയ്യാവുന്നത് ചെയ്യേ. അപ്പോഴെന്നോട് ചോദിച്ചു, സർജറി ആയാലോ? അതിൻ്റെ ഇട്ട പോലെ ഞാൻ പറഞ്ഞു, ഞാൻ സർജറിക്കൊന്നും വന്നാലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ അത്ര കുറ്റബോധമുണ്ട്. അറിയാത്ത കാലത്ത് അങ്ങ് ചെയ്തു പോയതാണ്. താടിയുടെ പ്രശ്നം പരിഹരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ പച്ചകുത്തിയ പ്രശ്നം പരിഹരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്താ പറയുക, നിങ്ങൾക്കൊരു ഈ കാര്യം ഇവിടെ ഒന്നും ആർക്കും ഒന്നുമില്ല. ഞാനത് പറഞ്ഞപ്പോൾ ഒരു കാര്യം തെളിയിക്കുക. ശരീരത്തിൽ മുടി മുതൽ നഖം വരെ എങ്ങനെ വേണമെന്ന് വിശുദ്ധന്മാർക്ക് മാതൃകയായിരിക്കണമെന്നുള്ള ഉപദേശം ഇതിനകത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്. എങ്ങനെങ്കിലും ഒന്ന് പോയാൽ പോരാ, കൂത്താടി നടന്നാൽ പോരാ, വഴിവിട്ട് പോയാൽ പോരാ, അത് എന്തായാലും കുഴപ്പമില്ല, തുള്ളിയാ പോരാ, അതെ കൈപിടി ചാടിയാ പോരാ, പ്രൈസ് ആൻഡ് വർഷിപ്പ് പോരാ. ജീവിത വിശുദ്ധി ഇല്ലാതെ നീ ദൈവനാമം എടുക്കരുത്, അത് ആപത്താണ്. ജീവിത വിശുദ്ധി വ്യവസ്ഥയും ഇല്ലാതെ നീ ദൈവനാമം എടുക്കരുത്. ദൈവനാമം എടുത്തവൻ ജീവിത വിശുദ്ധി വേണം, അവന് മാർഗം വേണം, വ്യവസ്ഥ വേണം, ഉപദേശം വേണം എന്നാ പറഞ്ഞത്. അതിന് കൂടെ ദൈവാത്മസന്തോഷം ഒക്കെ വേണം, ഒട്ടും കുറവാക്കരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥത്തില് നിങ്ങളത് എടുക്കാവൂ. അപ്പോൾ ഇവിടെ വായിച്ച വാക്യം എന്താണെന്ന് മനസ്സിലായോ? ശരീരത്തിന് നൂറുകണക്കിന് വാക്യങ്ങൾ ഇതിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു വാക്യം ഞാൻ എല്ലാത്തിനും വേണ്ടി അങ്ങ് വായിച്ചതാണ്. 12:6 അപ്പോൾ വായിച്ചത് എന്താ? 6:12 വായിച്ചത്, ആകയാൽ പാപം നിങ്ങളുടെ മധ്യ ശരീരത്തിൽ പാപത്തിന്റെ മോഹം അനുസരിക്കുമാറ് ഇനിയും മേൽ വാഴരുത്. ശരീരത്തിൽ പാപം വാഴരുത്. എന്തുകൊണ്ട്? 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിച്ച കൊരിന്ത്യർ ലേഖനം ഒന്ന് പറഞ്ഞേ. ആ വായിച്ച 13-ാം വാക്യത്തില് അതേ ശരീരം ദുർനടപ്പിനല്ല, ശരീരം കർത്താവിനാണ്. ശരീരം കർത്താവിനാണ് എടുത്തവിടെ പറഞ്ഞു. കർത്താവ് ശരീരത്തിലുണ്ട്. അപ്പോൾ കർത്താവിന്റെ ശരീരം, കർത്താവുള്ള ശരീരം, കർത്താവിന് വേണ്ടുന്ന ശരീരം അതിന്റെ ശരീരം. മനസ്സിലാവൂ? അതുകൊണ്ട് എന്റെ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന കർത്താവ് ശരീരത്തിലും ആണെങ്കിൽ കർത്താവിനെ ഉയർപ്പിച്ച പിതാവായ ദൈവം നിന്നെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ തിരുമുൻപിൽ കൊണ്ട് നിർത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഉയർപ്പ് വേണോ? വിശുദ്ധി ജീവിക്കണം, വഴിവിട്ട് ജീവിക്കരുത്. ഉയർപ്പ് വേണേ ദുർനടപ്പിലല്ല, വിശുദ്ധിയിൽ ഉപദേശത്തിൽ ജീവിക്കണമെന്ന് തറപ്പിച്ചോടെ പറഞ്ഞിട്ടുണ്ട്. വായിക്കാൻ നേരമില്ല, ഞാൻ ഇതൊക്കെ വായിപ്പിക്കാഞ്ഞത്. അപ്പോൾ ശരീരത്തിന്റെ അവയവങ്ങൾ പാപത്തിനല്ല. നിന്റെ മുടിയും നിന്റെ കണ്ണും നിന്റെ ശരീരവും നിന്റെ മുഖവും നിന്റെ പുരിയും നിന്റെ എല്ലാം ഉണ്ടല്ലോ കുഞ്ഞേ, ഇതൊക്കെ ദൈവത്തിന് സറണ്ടർ ചെയ്തതാണ് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത്. രക്ഷിതത്തിന് കൊടുത്തത്. ഇതുകൊണ്ട് ഇതൊക്കെ വിശുദ്ധമായിരിക്കണം. നമുക്ക് മറുഭാഷയും തുള്ളലുമല്ല പറഞ്ഞേക്കുന്നത്, ജീവിക്കേണ്ട ഉപദേശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നു, ജീവിക്കേണ്ട ഉപദേശമാണ്. ബൈബിൾ വിശ്വസിക്കുന്നു. ദൈവത്തെ സ്തുതിച്ച് ഞാൻ ജീവിക്കേണ്ട ഉപദേശമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് അത് നമുക്കുള്ള വഴികളാണത്. ശരീരത്തിന് അതേ പോകേണ്ട വഴിയുണ്ട്, അതിനുള്ള ഉപദേശമുണ്ട്. ആകയാൽ ശരീരം കൊണ്ട് ദൈവത്തെ ഒന്ന് വായിച്ചേ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കല്ല്. നിന്റെ നാക്കും നിന്റെ കൈയും നിന്റെ കാലും നിന്റെ കണ്ണും നിന്റെ മുടിയും പാപമയമായ മോഹരൂപങ്ങളില് അത് പ്രദർശിപ്പിക്കാൻ ഇടവരുത്തരുത്. അടുത്ത വാക്ക് വായിച്ചേ. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സറണ്ടർ ചെയ്യാൻ. ശരീരത്തിന്റെ മുഴുവൻ അതേ ഘടകങ്ങളെയും എന്റെ ദൈവത്തിനുള്ളതാണ്. വിലയ്ക്ക് വാങ്ങിയതായതുകൊണ്ട് ക്രിസ്തുവിനുള്ളതാണെന്ന് ബാക്കി നേരത്തെ വായിച്ച. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കണം. നിനക്ക് സ്വർഗ്ഗത്തിൽ പോകണോ? ആ വഴിയാണ് ഞാൻ തെളിച്ചു തരുന്നത്. വേറെ ഒന്നുമല്ല പറയുന്നു. നമുക്ക് എടുക്കപ്പെടണം, തള്ളപ്പെടരുത്. കർത്താവ് വരുമ്പോൾ പോകണോ? നീ വഴികളെ സൂക്ഷിക്കണം. ബുദ്ധിമുട്ടുള്ള കേസ് ഒന്നുമല്ല. കളയേണ്ടത് കളയുക, എടുക്കേണ്ടത് എടുക്കുക. നമ്മുടെ ജീവിത വിശുദ്ധിയാണ് ഇതിന്റെ ഏറ്റവും മാനദണ്ഡമായിട്ടുള്ളത്. വിശ്വാസി ജീവിച്ചിരിക്കുന്ന കാലത്ത് ശരീരത്തിൽ സൂക്ഷിക്കേണ്ട ജീവിത വിശുദ്ധി, ദേഹം ആത്മാവിലെ ശുദ്ധീകരണം. അടുത്ത് നമുക്ക് അതിന്റെ അനന്തര ഭാഗത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഒരു കാര്യം ഏറ്റവും 17-ാം വാക്യം വലുതായിട്ടൊന്ന് വായിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് വായിച്ചു വിടുന്നതേ ഉള്ളൂ. ശരീരത്തിൽ സൂക്ഷിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച്. നിങ്ങൾക്ക് ഉപദേശം വേണം കേട്ടോ. മറ്റേതൊക്കെ കൊള്ളാം, ഉപദേശം വേണം. സ്കെയിൽ അതാണ്. അടുത്ത വാക്യം വായിച്ചേ.
പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. ദൈവത്തിന്റെ വചനവും ക്രിസ്തുവിന്റെ പത്യോപദേശവും ഹൃദയപൂർവ്വം അംഗീകരിച്ച് അനുസരിച്ച എത്ര പേര് ഇതിനകത്തുണ്ട്? ഒരു സ്തോത്രം ചെയ്യാമെങ്കിൽ ദൈവത്തിൽ അത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. ഹൃദയപൂർവ്വം ഉപദേശം കൈക്കൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിന് സറണ്ടർ ചെയ്യുന്നു. അടുത്ത വാക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ വകയുള്ളത്. നീതിക്കു ദാസന്മാരായി പാപത്തിൽ വിടുവിക്കപ്പെട്ട് ഉപദേശ രൂപം മനസ്സിലാക്കി ജീവിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യേ. അതായത് ഉപദേശം. അടുത്ത വാക്കൊന്ന് വായില്. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം പറയുന്നു. പിന്നെ അവയവങ്ങളെ ഒരു കാലത്ത് അധർമ്മത്തിനും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചിരുന്ന രക്ഷിക്കപ്പെടാത്ത കാലം പോലെ നിങ്ങളുടെ രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി അടിമകളാക്കി എന്താ ചെയ്യണം? സമർപ്പിക്കണം. അടുത്തത് വാക്യം വായിച്ചേ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായി തീർന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നു. അടുത്തത് നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു. അടുത്തത് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത്. നിങ്ങൾക്ക് അന്നത്തെ ജീവിതം ലജ്ജ തോന്നുന്നതാണ്. അതിന്റെ അവസാനം മരണമത്രേ. ആ പോക്ക് പോയിരുന്നെങ്കിൽ അടുത്ത വാക്കൊന്ന് വായിച്ചേ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായി തീർന്നിരിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും നിത്യജീവനാണ്. വിശുദ്ധിയിൽ ജീവിച്ചാൽ അതിന്റെ ഫലം നിത്യജീവനാണ്. ദൈവം വേണോ? വിശുദ്ധി ജീവിക്കണം. പാപം നിങ്ങളുടെ മധ്യശരീരങ്ങൾ മാറരുത്. സമയം പോരാത്തത് കൊണ്ട് ഞാനിതൊക്കെ ഒതുക്കി പറഞ്ഞേ പറ്റുള്ളൂ. ഈ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യരുതാത്തതൊന്നും ചെയ്യില്ലെന്ന് ഞാൻ പറയും ദൈവവചനമാണ്. അത് എവിടെയും പറയും, ഏത് സ്റ്റേജിലും അതിന് യാതൊരു മറയും ഇടത്തില്ല. കാരണം ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യം. പ്രസംഗിക്കാൻ മറ്റു വിഷയമൊന്നുമില്ല. ഞാൻ ഈ കടൽ പോലെ എടുക്കുന്ന പുസ്തകത്തിൽ എനിക്കും ദൈവം പറയാൻ അതിന് വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഈ രാത്രിയാണ്. ഇനിയും നമ്മൾ കണ്ടുമുട്ടിയില്ലെങ്കിലും ദൈവമക്കൾ ഓർക്കണം, ഈ പാതയിൽ ജീവിച്ച് സ്വർഗത്തിൽ ചെല്ലണം. ഈ വഴികൾ ഏറ്റെടുത്ത് ഈ ഉപദേശത്തിൽ വിശുദ്ധി സ്വർഗത്തിൽ ചെല്ലണം. ശരീരത്തിൽ പല കുഴച്ചിലും കാണിക്കുന്ന ഉള്ളികളുണ്ട്. എന്തൊക്കെ സ്ഥലം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചായം തേപ്പും പുരിയം പഠിക്കലും കളറടിക്കലും നഖപ്പെയിന്റ് അടിക്കലും ഒക്കെ ഉണ്ട്. സഭായോഗത്തിന് വരുമ്പോൾ ഇപ്പം അതിന് പേടിയൊന്നുമില്ല. അതൊക്കെ പണ്ടായിരുന്നു. ഇതെല്ലാം അങ്ങ് ചെയ്യും. ലോകക്കാരേക്കാൾ നമ്മളങ്ങ് തോറ്റുപോകും ചിലർ. അത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. എന്താഡംബരങ്ങൾ ഏതുവഴിയായി ഏത് ചായം താത്താലും ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഒക്കെ വിട്ട് കഴിഞ്ഞിട്ട് പെട്ടിക്കകത്താക്കി മോർച്ചറിൽ കൊണ്ടുവച്ച് നല്ലപോലെ കൂളിങ് ഇട്ട് തണുപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞ് പുറത്തെടുത്ത് പിന്നെ വെള്ളത്തുണി ഇരിച്ച് ബന്ധക്കോസാക്കി മറ്റേതെല്ലാം അങ്ങ് മാറ്റി പറഞ്ഞല്ലേ, മറ്റേത് മുഴുവൻ അങ്ങ് മാറ്റി നല്ല സുന്ദര കുട്ടിയായി ദൂതന്മാരെ ഏൽപ്പിക്കും കൊണ്ടുപോയിക്കോളാൻ. കാരണം ദൂതന്മാർക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാധനവും ഇതിലില്ലെന്ന്. വെള്ളത്തുണി വിരിച്ചങ്ങോട്ട് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. 3 എണ്ണം തൂക്കാനിരിക്കും. നെറ്റി തൂക്കും, ഇവിടെ തൂക്കും. ചായത്തിൻ്റെ വല്ലവും അണുക്കൾ ഉണ്ടെങ്കിൽ അത് തൂത്ത് മിനുക്കി വിട്ടേക്ക് അടത്ത് കൊള്ളുന്ന 5-6 മണിക്കൂറാണ്. ഇനി ശ്രദ്ധിച്ചോണം. നെറ്റി തൂക്കും, മൂക്ക് തൂക്കും, പുരിയം തൂക്കും, അങ്ങ് തൂപ്പ. എന്തിനാ തൂക്കുന്നറിയാമോ? വല്ലവും പരേതിൻ്റെ അണുക്കൾ വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തേ കടത്തി വിടൂ. അങ്ങോട്ട് പോകുമ്പോൾ നേരത്തെ ഒതുക്കുക നല്ലത്. വേണ്ടാധീനങ്ങൾ മാറ്റുക. ഇല്ലെങ്കിൽ നിന്നെ ശരിക്ക് തൂത്തും എനിക്ക് വിടുള്ളൂ. സ്തോത്രം പറയേണ്ടതാ. പിന്നെ പ്രാഗൽഭ്യമില്ലേ സ്തോത്രം പറഞ്ഞിട്ട് ആർക്ക് വേണ്ടിയിട്ടാണോ സ്തോത്രം? ഒട്ടിച്ചാണ് ഇതൊക്കെ മകൾ പറയുമ്പോൾ ഇച്ചിരി അസുഖമായിരിക്കും. എന്നാൽ കുഞ്ഞ് ഇതൊന്നും അസുഖപ്പെടണ്ട, ഇത് മുഴുവൻ ക്ലീനാക്കി അങ്ങോട്ട് കടത്തുകൊള്ളുന്ന ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇനി കേൾക്കട്ടെ, നമുക്ക് ഇരമ്യാവിന്റെ പ്രവചനം 4:30 വാക്യം എടുത്ത് വെച്ചാട്ട്, നമ്മൾ ഉപേക്ഷിക്കേണ്ടത് കളയേണ്ടത് ദേഹത്തിൽ പാലിക്കേണ്ട വിശുദ്ധിയുടെ ക്രമീകരണങ്ങളെ അതെ ഒന്ന് സൂചനയിലും പറഞ്ഞു തരാം. വേഗം വായിച്ചതല്ലോ. 30 ഇങ്ങനെ ശൂന്യമായി പോകുമ്പോൾ നീ എന്ത് ചെയ്യും? ശൂന്യമായി പോകുമ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? അടുത്തത്, നീ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഴി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തിയാൽ നിന്റെ ജാരന്മാർ നിന്നെ നിരസിച്ച് നിനക്ക് പ്രാണഹാനി വരുത്തും. ചമയങ്ങൾ കൊള്ളാം, അത് പ്രാണഹാനിക്ക് വഴിവെക്കും.
ഇന്നത്തെ ലോകത്ത് നടമാടുന്ന കാര്യമല്ലേ, ഞാനായിട്ട് പുതിയ കാര്യമാണ് പറയുന്നത്. ഈ ചമയങ്ങൾ, വ്യർത്ഥ സൗന്ദര്യങ്ങൾ വരുത്തി വെച്ച് മറ്റുള്ളവരെ അതിൻ്റെ വഴികേടിൽ കൊണ്ടുവന്ന് ആകർഷണ ചരക്കാക്കി വെച്ചാൽ കുഞ്ഞെ ലോകത്ത് കൊല ചെയ്യപ്പെടുന്ന ജീവിതം എത്രയാണെന്ന് പത്രം വായിക്കുന്നുണ്ടല്ലോ, ടി വിക്കൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടല്ലോ. ഓർത്തോണേ, ഇത് ആപൽക്കരമാണെന്ന് മനസ്സിലാക്കി വേണ്ടാത്തതിൽ നിന്ന് ഒഴിഞ്ഞു മാറി വിശുദ്ധി ജീവിക്കണം. ഇവിടെ എന്തൊക്കെ എടുത്തു പറഞ്ഞിരിക്കുന്നത്? രക്താംബരം. രക്താംബരം എന്ന് പറഞ്ഞാൽ രക്തവർണ്ണ കളറുള്ള തുയത്തൈര മുതലായ സ്ഥലങ്ങളിലെ ഒരു പ്രത്യേക വ്യവസായ ചരക്കായിരുന്നു. വർണ്ണക്കാരത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചിടത്ത് വന്ന് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ചരിത്രം പൗലോസ് അപ്പോസ്തലനുണ്ടല്ലോ. ഇതൊരു വലിയ ബിസിനസ് ആയിരുന്നു. വീട് തോറും നാട് തോറും കടതോറും. നമ്മുടെ സഹോദരിമാര് സാരിക്കടയിൽ ചെല്ലുമ്പോൾ ആദ്യം ഒന്ന് പ്രാർത്ഥിക്കണം. ചോറിനും കഞ്ഞിക്കും പ്രാർത്ഥിക്കത്തില്ലയോ? ഭക്ഷണത്തിന് സാരിക്കടയിൽ കയറി തുണി എടുക്കാൻ തരുന്നവർ, കർത്താവേ, ഞാൻ സ്വർഗത്തിൽ പോകേണ്ട വിശുദ്ധ മതിയാണ്. പേരുദോഷം വരാതെ ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് കൊള്ളാകുന്ന സാരി ഒന്ന് കാണിച്ചു തരണം. കുഞ്ഞെ, രക്താംബരും കാഞ്ചിപുരം മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ കാൽപ്പണവടയുടെ മിന്നിനെ കണക്ക് പറയുന്ന നീ ഒരു മര്യാദ ജീവിതം നയിക്കണം. സ്തോത്രം പറയണ്ട, സ്തോത്രം പറയണ്ട, മനസ്സിലൊന്നും കയറുമല്ലോ. മര്യാദ ജീവിതം നയിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചേക്കുന്ന വചനം, രക്താംബരമണിഞ്ഞ് ആഡംബരം ചൂടിയാൽ. അടുത്ത വാക്കൊന്ന് വായിച്ചെടുത്ത വാചകം, രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും അവരോടും വന്നു. അടുത്ത വാക്ക്, കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥ സൗന്ദര്യം നീ വരുത്തുന്നു. ഇത് കൊലക്കളത്തിൽ അടിച്ചറക്കാനല്ലാതെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റത്തില്ല. ഒരു സ്വതന്ത്രം ചെയ്തേ, ഞാൻ തെളിയിക്കാൻ പോവുക, അങ്ങ് വിടാൻ പോവുകയല്ല. കുഞ്ഞെ, വേണ്ടാത്തൊന്നും എടുക്കല്ലേ. പെൺകുഞ്ഞുങ്ങളെ, വളരെ യോഗ്യമായ ഒരു ദൈവവൈതലാണെന്നുള്ള കാര്യം ഏറ്റെടുക്കണം. ഇന്ന് രാത്രി കർത്താവിന് ഇഷ്ടമല്ലാത്ത ചരക്കുകൾ വീട്ടിൽ ചെന്ന് വലിച്ചെറിയണം. ഞാൻ എറണാകുളത്ത് ഷാരോങ്കാരുടെ ഒരു ക്യാമ്പിൽ ഒരു ക്രിസ്മസ് ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ എൻ്റെ അങ്ങേ കൊല്ലം ഉച്ചയ്ക്ക് അതിനടുത്തുള്ളൊരു വീട്ടിൽ എന്നെ 4 മണിക്ക് കാപ്പി കുടിക്കാൻ വിളിച്ചു. ഞാൻ ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിലെ അമ്മ കാപ്പി കൊണ്ട് വെച്ചേച്ച് ഭർത്താവും അവിടെയുണ്ട്. ഒരു 19 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. പറഞ്ഞു, പാസ്റ്റർ, രാജേന്ദ്ര മൈതാനത്ത് പാസ്റ്റർ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു പ്രസംഗം ഞാനും എൻ്റെ മോളും കൂടെ വന്നിരുന്ന് കേട്ടു. എൻ്റെ മോളൊന്ന് BSc പഠിക്കുക. പ്രസവിച്ച് വളർത്തിയ അമ്മേ, ഊട്ടിത്തീറ്റി നടത്തിയാൽ പോരാ. നിന്റെ മക്കൾ എങ്ങനെ ജീവിക്കുന്നു, എന്തുടുക്കുന്നു, എതിലേ നടക്കുന്നു, എന്നെ വായിക്കുന്നു, നിനക്കൊരു ശ്രദ്ധ വേണം. ചോറും പോഷകവും കൊടുത്താൽ പോരാ, നീ മര്യാദയ്ക്ക് നിന്റെ മക്കളെ നടത്താൻ എങ്ങനെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഞാനിത് പറഞ്ഞു. പെണ്ണ് അമ്മയുടെ വലത്ത് വെച്ചിരിക്കുകയാണ്. അവൾ ചുടീദാർ കൊണ്ടുവന്നാൽ ആദ്യം ചെയ്യുന്ന പണി, അത് ഇത്രയും പരിഷ്കാരമൊന്നും അന്ന് വന്നില്ല, വലിച്ചു മേപ്പെട്ടങ്ങ് കീറിയിട്ടൊരു പരുവത്തിന് ഒരു കക്ഷത്തിന് ശകലം താത്ത വെച്ചങ്ങ് അടിക്കും. 18 ചുടീദാർ അവക്കുണ്ട്. ദൈവവചനം കേട്ട് അന്ന് രാത്രി അമ്മയൊന്നും പറഞ്ഞില്ല, അമ്മയോടും പറഞ്ഞില്ല. രാത്രി തയ്യൽ മെഷീനുള്ള വീടായിരുന്നു. 18 ചുടീദാറും കൂട്ടിയടിച്ച് മര്യാദയ്ക്ക് അന്ന് മുതൽ അവിടെ ജീവിക്കുന്നു. ഇവിടെ കൂട്ടിയടിക്കേണ്ട എത്ര എണ്ണമുണ്ട്? തമ്മി കൂട്ടിയടിക്കാനല്ല പറഞ്ഞത്. നിന്റെ ഡ്രസ്സ് ഞാനിത് വ്യക്തമായി പറഞ്ഞു തരുവാൻ ദൈവന് ഉപദേശമുള്ളതുകൊണ്ടാ. നിന്റെ വേഷം ഒന്ന് കൂട്ടിയടിച്ച് യോഗ്യമാക്കാമോ? മനസ്സുണ്ടേ ചെയ്താൽ മതി. ഇനി ഇത് പറയാൻ ഈ ഭൂമിയിൽ എനിക്ക് അവസരം കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പൊന്നുമില്ല. എങ്കിലും വ്യക്തമായി പറയുന്നു, വിശുദ്ധന്മാർക്ക് യോഗ്യമായ വേഷമായിരിക്കണം, അതിന്റെ പോക്കായിരിക്കണം, നിന്റെ അവയവങ്ങൾ ദൈവത്തിന് സറണ്ടർ ചെയ്തായിരിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു, ദൈവദാസ, വചനം കേട്ടപ്പോൾ ആടി നിന്ന ഞാൻ യഥാർത്ഥ സ്ഥാനത്തായി. എനിക്ക് എന്നോട് ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, ആഭരണത്തെക്കുറിച്ച് ഒരു ഉപദേശവുമില്ല, അകം നന്നായിരുന്നത് പുറത്ത് എന്നെ വേണിയിട്ടോളാൻ പറഞ്ഞു. പാസ്റ്റർ പാസ് തന്നെങ്കിൽ എൻ്റെ കുറ്റബോധം വളരെ തിങ്ങുന്നതാണ്. രാത്രി വചനം കേട്ടു, കളയേണ്ടത് ഞാൻ കളഞ്ഞു, ഏറ്റെടുക്കേണ്ടത് എടുക്കുന്നു. ആ ഉപദേശം ദൈവസന്നിധി പുറന്നത് എൻ്റെ ജീവിതത്തിനും എൻ്റെ കുടുംബത്തിനും അത് അനുഗ്രഹമായി. ഭർത്താവ് എന്നോട് സംസാരിച്ചു. എന്താ കാര്യമുണ്ടോ? ഈ ഷാർജയിലൊക്കെ നടത്തി, ഇവിടെയൊക്കെ നടത്തിയിട്ടുള്ള മീറ്റിങ്ങുകളിൽ, യോഗങ്ങളിൽ വെച്ച് ആഭരണം കൂടി അനേകർ ഈ ഷാർജയിലുണ്ട്. ഷിബുവിനറിയാം.
അതൊക്കെ ഫോൺ ചെയ്ത് എനിക്കും അവർക്കും വന്നിട്ടുണ്ട്. ദൈവവചനം അറിയാൻ വയ്യാതെ കഷ്ടപ്പെടുന്നവർക്ക് വചനം വെട്ടി തുറന്ന് പറഞ്ഞു കൊടുത്താൽ ഏറ്റെടുക്കുന്ന ആത്മാക്കൾ ഇന്നു രാത്രി ഇതിനകത്ത് ഏറ്റെടുക്കും. ഇത് ദൈവത്തിന്റെ വചനമാണ്, ഞങ്ങളുടെ അഭിപ്രായമല്ല. എന്റെ വീട്ടിലും എന്റെ കുടുംബത്തിലും ആഭരണപ്പെടുന്ന ധാരാളം പേരുണ്ട്. ആഭരണപ്പെടുന്നവരോട് യാതൊരു അകൽച്ചയുമില്ല. പക്ഷേ ഉപദേശത്തിൽ നീ മണവാട്ടി സഭയിൽ കുഞ്ഞാടിന്റെ കന്യകയായി മാറണമെങ്കിൽ ഉപേക്ഷിക്കണമെന്നേ പറഞ്ഞു തരുന്നത്. വേറെ യാതൊരു മുൻവിധിയും ആരോടുമില്ല. അതെ, മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയുന്നില്ല. വേർപെട്ട് വിശുദ്ധി ജീവിക്കണം, അത് വിശ്വാസിയുടെ പ്രമാണമാണ്. അതിന് അർത്ഥം വരുത്തരുത്. നിങ്ങൾ 7:19 എസ്കേപ്പ് പ്രവചനം വേഗം ഒന്ന് എടുത്താട്ടെ. ഞാൻ ചില വാക്കുകൾ അതിവേഗത്തിൽ പറഞ്ഞ് തീർക്കാനുള്ള സമയം അടുത്ത് വരിക. വേഗം വായിച്ചോ. ജോറോട്ടി വായിച്ചു. 7:19 എസ്കേപ്പ് പ്രവചനം പെട്ടെന്നൊന്ന് വായിച്ചേര്. ഇത്രയും താമസം വരുന്നു, അങ്ങനെ വന്നില്ല. അവർ തങ്ങളുടെ വെള്ളി വീതികളിൽ പിന്നെ പൊന്നവർക്ക് മലമായി തോന്നും. അടുത്തത് അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപദിവസത്തിൽ രക്ഷിപ്പാൻ കഴിയത്തില്ല. അടുത്തത് അതിനാൽ അവരുടെ വിശപ്പടക്കാൻ കൊള്ളത്തില്ല. അടുത്തത് അവരുടെ വയറ് നിറയത്തില്ല, ദാഹത്തിനും കൊള്ളത്തില്ല. അടുത്തത് അത് അവർക്ക് പാപ കാരണമാണ്. യഹോവയെ കർത്താവ് അരുളിച്ചെന്നാ പറഞ്ഞേക്കുന്നേ. ഈ വെള്ളിയും പൊന്നും അവരുടെ പാപത്തിന് കാരണമാണിത്. പാപ കാരണമായ നിനക്ക് വേണോ? വേണേ വെച്ചോ, അങ്ങോട്ട് വരുമോ? അടുത്ത ഭാഗത്ത് വായിച്ച് വായിരിക്കും താഴോട്ട്. അതുകൊണ്ട് ആഭരണങ്ങളുടെ ഭംഗി ഭക്തിക്കല്ല, വിശുദ്ധിക്കല്ല, സ്വർഗത്തിപ്പാനല്ല. ആഭരണങ്ങളുടെ ഭംഗി ഡംബത്തിന് അവർ ഉപയോഗിച്ചു. ഇത് ഞാൻ കൊണ്ടുവന്ന പുസ്തകമാണോ? നിങ്ങളുടെ കയ്യിലുള്ളതല്ലേ? അടുത്ത ഭാഗത്ത് വായിച്ചേ. അതുകൊണ്ട് അവർ തങ്ങൾക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ ബിംബങ്ങളെ ഉണ്ടാക്കുന്നു. പിന്നെ ഞാനത് അവർക്ക് മലമാക്കി തീർത്തിരിക്കുന്നു. അടുത്തത് ഞാനത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും. അവർ അത് അശുദ്ധമാക്കും. സ്വർഗത്തിപ്പാനാണോ? വഴിച്ചെലവിനാണോ? വല്ല ആവശ്യം ഇതിനുണ്ടോ? അശുദ്ധമാക്കും. കൊള്ളക്കാർക്കും കള്ളന്മാർക്കും ദുഷ്ടന്മാർക്കും കൊടുത്തതാണ്, വിശ്വാസിക്ക് തന്നതല്ല. വചനം കേട്ടിച്ച് അത് എടുത്തത് ഒന്നുകൂടെ വീട്ടിൽ പോയി വായിര്. അതുകൊണ്ട് വിശ്വാസിക്ക് തന്നതല്ല, അത് കൊള്ളക്കാർക്ക് ദുഷ്ടന്മാർക്കും ഭൂമി കൊടുത്തതാണ്. സ്വർഗസിയോനിലെ വഴിച്ചെലവ് തന്നതല്ല. പലരും പറയും പുസ്തകത്തിൽ ഒന്നുമില്ലെന്ന്. ഇത് രാമായണമാണോ ഞാൻ വായിക്കുന്നത്? അല്ലല്ലോ. ഭാഗവതം ഒന്നും അല്ല വായിക്കുന്നത്. ഞാൻ വേദത്വം ഇവിടെ വായിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വാക്യം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, സഭ 2-ാം അധ്യായത്തിലെ പ്രവൃത്തി പുസ്തകത്തിൽ സ്ഥാപിച്ചത് രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തു. അതായത് അന്ന് സ്നാനവും കാര്യമല്ല അവിടെ നടന്നു. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഉപദേശം പറയാൻ പുറത്തോട്ട് ഇറങ്ങുന്ന ആദ്യത്തെ വിസിറ്റിംഗ് ആണ് സുന്ദരം എന്ന ദൈവാലയത്തിന് ഗോപുരത്തിൽ വന്നപ്പോൾ ഇരിക്കുന്നതാ ഒരു പടത്തെ. അച്ഛാ വല്ലതും തന്നേച്ചോണേ, പതിവ് ശരി. എടാ ഇപ്പം 1 ഇല്ലല്ലോ. ഓക്കെ, ഞങ്ങൾ വീസ കിട്ടിയിട്ടുണ്ട്. പോയിച്ച് വരുമ്പോൾ നിനക്ക് എന്നൊക്കെയാ വേണ്ടിയേ? അല്ല, എടുത്തമായി പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ? വേദപുസ്തകമായി ഞാൻ തെളിയിക്കുന്നേ. പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഉണ്ടാകുമെന്നല്ല, ഇപ്പൊ ഇല്ലെന്നല്ല. ഈ മാർഗത്തിൽ 2-ാം അധ്യായത്തിൽ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയ്ക്ക് പൊന്നും വെള്ളിയും ഇല്ല. ഇനി ഇതിൽ കൂടി എന്നാ തെളിവ് വേണ്ടി? ഇത് ഉപദേശമല്ലേ? പിന്നെ എന്തോന്നാ ഇത്? വാതുറന്ന് ആദ്യത്തെ ഉപദേശം വെളിയിറങ്ങി പറഞ്ഞപ്പോൾ മറ്റേ നിത്യവന സ്വർഗവും ഒന്നുമല്ല പറഞ്ഞത്. കുഞ്ഞെ, ഞങ്ങളുടെ മാർഗത്തിൽ ഈ സഭയ്ക്ക് കൂട്ടത്തിൽ പൊന്നുമില്ല, വെള്ളിയുമില്ല. ഞങ്ങൾക്കുള്ളത് ദൈവശക്തിയും പരിശുദ്ധാത്മാവുമാണ്. വിശ്വസിക്കാമോ കുഞ്ഞെ? നമുക്ക് വേണ്ടുന്നതും തന്നതും ഇതാണ്. ഇതിനപ്പുറത്തൊന്നും കയറി അതെ കൈകാര്യം ചെയ്യരുത്. ഇത് ദൈവ അപ്പോസ്തോലിക ഉപദേശത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ്. വേർപാടും വിശുദ്ധിയും അതെ ആഭരണം വേണ്ടെന്ന് വെച്ചത് 1-ാമത്തേതാണ്. അതെ ഇല്ലെന്ന് പറഞ്ഞത് ദൈവസഭയിൽ നിനക്ക് വേണോ? മാലിന്യപ്പെടരുത്, രോഗക്കാരാകരുത്, ദൈവത്തെ പ്രസാദിപ്പിച്ച് പോകണം. അപ്പോൾ ഈ കാര്യം ഉപദേശത്തിൽ മനസ്സിലാകുമല്ലോ. നമുക്ക് മുമ്പോട്ട് ഒന്ന് നീങ്ങിയാം. അപ്പൊ ആ കാര്യത്തിൽ ആഭരണ നിഷേധമല്ലേ വേദപുസ്തകം പഠിപ്പിച്ച്? ദുഷ്ടന്മാർക്കുള്ളത് വിശ്വാസി എടുക്കരുത്. സ്വർഗത്തിൽ പോണേ ആരെങ്കിലും ഇട്ടോട്ട് നമുക്ക് എന്നാ ചെയ്തോ? ഇനി അടുത്ത വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് 22-ാം അധ്യായം യോബിന്റെ പുസ്തകം 22-ാം വാക്യം മുതലൊന്ന് തപ്പെന്ന് വായിച്ചിട്ടൊന്ന് വാക്യം ഒന്ന് വിട്ടേച്ചാൽ മതി. നിങ്ങൾ കേൾക്കണേ, ഇതൊക്കെ പുസ്തകം 4000 കൊല്ലം മുമ്പ് എഴുതി വെച്ചതാണിത്. ആ യോബിന്റെ പുസ്തകം ഒന്ന് വായിച്ചാട്ട്. 22-ന്റെ സർവശക്തനിലേക്ക് നീ അഭിവൃദ്ധി പ്രാപിക്കും. നീതികേട് നിന്റെ ശരീരമായ കൂടാരത്തിൽ നിന്നും നീ പാർക്കുന്ന വീടിനകത്തൊന്നും ദൈവത്തിന് ചേരാത്ത ആ ഫിലിമും ആ ടേപ്പും ആ ചരക്കും ആ പദ്ധതിയും നിന്റെ കൂടാരത്തിലുണ്ടോ കുഞ്ഞെ? വലിച്ചെറിയണം. മ്ലേച്ഛതകൾ നിന്റെ കണ്ണ് കാണരുത്. എന്തോ
കാണരുതെന്ന്. പിള്ളേരെ ഉറക്കി വെച്ച് കാണുന്ന ചാമാനമൊന്നും എടുത്തു വെച്ച് നീ കാണരുത്. നിനക്ക് രൂപാന്തരം ഉണ്ട്, ഇന്ന് രാത്രി വലിച്ചെറിയണമെന്നില്ല. മാനസാന്തരത്തിനൊക്കെ ഫലം കായ്ക്കണം. വൃക്ഷത്തിന്റെ ചുവടിൽ കോടാലി വെക്കാൻ പോകുക. നീ മാനസാന്തരപ്പെട്ട് മാനസാന്തരയോഗ്യമായ ഫലം കായ്ക്കണം. ഇതാ നമ്മുടെ ഉപദേശം. അടുത്ത വാക്ക് വായിച്ചാൽ, നിന്റെ പൊന്ന് പെട്ടിയിലും സേവിലുമല്ല, നിന്റെ പൊണ്ണ് പൊടിയിലും നിന്റെ ഓപീർത്തങ്കം തോട്ടിലെ കല്ലെന്നല്ലയോ? തോട്ടിലെ കല്ലിൻ ഇടയിലും. അത് വീട്ടിൽ മുറി കുഴിച്ചിട്ടേക്കുന്ന കല്ലിന് കീഴെ ഇടാനല്ല പറഞ്ഞത്, തോട്ടിലെ കല്ലിനിടയിൽ കൊണ്ടിടാൻ. അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ വീട്ടിലെ വരളിന്റെയും അടുപ്പിന്റെയും ഒക്കെ കീഴെ കുഴിച്ചിടാനല്ല. നിന്റെ പൊന്നും നിന്റെ അതേ തങ്കവും ഒക്കെ തോട്ടിലെ കല്ലിനകത്തോട്ട് വലിച്ചെറിയാൻ. നിങ്ങളിപ്പോ ഇരുന്ന് പല്ല് കടിക്കുകയാണ്, പറയുന്ന ഉള്ളിക്ക് പറയാം ഞങ്ങൾ കട്ടപ്പെട്ട ഉണ്ടാക്കിയത്. നീ വെച്ചോ, ഒരു കുഴപ്പവുമില്ല, എനിക്കെന്നാ ചെയ്തു. പക്ഷെ എന്റെ കർത്താവ് പറഞ്ഞ വചനം നമ്മൾ വായിക്കുമ്പോൾ അത് കള. അടുത്ത ഗുണം വായിച്ചാട്ടെ. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളിവാളവും ആയിരിക്കും. നിന്റെ മനസാക്ഷി കുത്തി ഞാൻ ദൈവവൈദ്യലാണെന്ന് പറയുന്നത് വെറുതെ പറയുകയാണ്. നിനക്ക് സർവശക്തൻ പൊന്നും വെള്ളിവാളവും ആകുമ്പോൾ നിനക്കുണ്ടാകുന്ന ക്വാളിറ്റി എന്താണെന്ന് വായിച്ച് കേൾക്കുമ്പോഴേ അടുത്ത വാക്ക് വായിച്ചേ. സർവശക്തൻ വേർപെടാതെ, അതെ, ഉപദേശം ഏറ്റെടുക്കാതെ, പത്യവചനം മുറുകെ പിടിക്കാതെ, കർത്താവിന്റെ മൂത്തപുത്രനെയും മുത്തണം പറഞ്ഞാൽ നടക്കുകയല്ല കുഞ്ഞ്. ഇതല്ലേ പിന്നെ എന്തോ എഴുതി വെച്ചേക്കുന്നേ? എന്നെ എഴുതി വെച്ചേക്കുന്നേ? അടുത്ത വാക്കൊന്ന് വായിച്ചേ. ദൈവത്തിലേക്ക് നിന്റെ മുഖം ഉയർത്തിലേക്ക് പ്രാഗൽഭ്യത്തോടെ മുഖം ഉയർത്തണമെങ്കിൽ വലിച്ചെറിയേണ്ടത് വലിച്ചെറിഞ്ഞ് ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുത്ത് വിശുദ്ധി ജീവിക്കണം. പ്രാഗൽഭ്യം വേണ്ടിയില്ലേ? അടുത്ത വാക്ക് വായിച്ചേ. നീ അവനോട് പ്രാർത്ഥിക്കും, നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ നിന്റെ നേർച്ചകൾ കഴിക്കും, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും, നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. നിന്നെ താഴ്ത്തുമ്പോൾ കൊച്ചമ്മയോ നാട്ടുകാരോ വീട്ടുകാരോ പഞ്ചായത്തുകാരോ കൂട്ടുകാരോ നിന്നെ താഴ്ത്തിയാൽ ദൈവം നിന്നെ ഉയർത്തോ. ഈ കൂടുതൽ വേണോ? വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി സ്തോത്രം ചെയ്തേ. ദൈവം നിന്നെ ഉയർത്തോ. ഇത് ഉപദേശമാണോ? വചനമാണോ? ഇത് വായിക്കാനുണ്ട്. താഴോട്ട് നേരം പോലെ ഞാൻ പോകും. താഴ്ത്തുമ്പോൾ ഉയർത്തുക എന്ന് നീ പറയും. താഴ്ത്തുമ്പോൾ ഉയർത്തുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കും. താഴ്മയുള്ളതിനെ രക്ഷിപ്പാൻ അവൻ വല്ലഭനാണോ? നിൽക്കട്ടെ. അപ്പൊ സംഗതി ഉണ്ടോ? കളയണോ ഇത് വല്ലോ? സ്വത്രം. വാക്യങ്ങൾ കുറെ ഏറെ ഉണ്ട്, ഇതിനകത്ത് ഇല്ലെന്നാ പറയുന്നത്. പിന്നെ എന്ത് വഴി വായിച്ചു തരുന്നേ? ഇല്ലയോ? ആഭരണം കളയാൻ വാക്യമില്ലയോ? ഇത് എവിടുന്നാ കൽപ്പന പുറപ്പെട്ടത്? മിസ്രൈമിൽ നിന്നാണോ? ഈജിപ്തിൽ നിന്നാണോ? ഇന്ത്യയിൽ നിന്നാണോ? അത് നമുക്ക് നോക്കാം. കുമ്മനാട്ടിൽ നിന്നാണോ? അതോ മുളക്കടയിൽ നിന്നാണോ? അല്ലെങ്കിൽ പിന്നെ കോട്ടയത്ത് ദേവലോകത്തിൽ നിന്നാണോ? ഒന്ന് നോക്കിയേ, ഇത് എവിടുന്നാ തുടങ്ങിയെന്ന്. പുറപ്പാട് ദിവസം 33 3 മുതൽ 6 വരെ അങ്ങ് വായിച്ച് ആ കാര്യം തീർപ്പ് കൽപ്പിച്ചേച്ചാട്ട്. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടത്, ഞാൻ നിന്റെ നടുവിൽ ഇനി നടക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞതാണ് ഇസ്രായേലിനോട്. ദുശാഠ്യമുള്ള ജനമാകുന്നു. ദുശാഠ്യമുള്ള ജനമാണ്. അടുത്തത് ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. ഊരാൻ പറയുന്നതിന് മുമ്പേ ഊരി. മനസാക്ഷി ഉള്ളതിന് മനസ്സിലായി ദൈവം നടക്കാത്ത കാരണം ഈ ചരക്ക് കിടക്കുന്നതാണെന്ന്. സ്തോത്രം. നീ ഒണ്ടെണ്ണം നീണ്ടെണ്ണം ചെയ്ത കാര്യമൊക്കത്തില്ല. നിന്റേത് മാറ്റേണ്ടതും പരിചകളേണ്ടതും കളഞ്ഞിച്ച് നീ പ്രാർത്ഥിച്ചെങ്കിലേ ദൈവം കേൾക്കത്തുള്ളൂ. ഇവിടെ വായിച്ചു കേട്ടോ. സ്തോത്രം. ഇപ്പൊ ഈ കമ്പനികളൊക്കെ കൂടി വരികയാണ്. എന്തുവാ ഇണ്ടെന്ത ഇതോ തിത്തകന്തരികട ഇതോന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. അങ്ങ് പാട്ടയിൽ ആട്ടത്തേൽ അങ്ങ് സ്വർഗത്തിപ്പോ കുഞ്ഞെ നടക്കുകയല്ലെന്ന്. ഇവിടെ കിടക്കുന്ന കരിങ്കല്ലും ഈയക്കട്ടിയും പറഞ്ഞാൽ പോവുകയില്ല വേർപാടും വിശുദ്ധിയും ഇല്ലാത്തവൻ. ഒരു തട്ടിപ്പും അതിനകത്ത് നടത്താൻ, അതെങ്കിൽ നിങ്ങളെ വഞ്ചിച്ചിട്ടുള്ള ആരെങ്കിലും ഉപദേഷ്ടാക്കന്മാരുണ്ടെങ്കിൽ അവർ അതിന് സമാധാനം പറഞ്ഞിരും. പക്ഷെ നീ പോകാതിരിപ്പാൻ, തട്ടിപ്പോകാതിരിപ്പാൻ വചനം അതേപടി ഏറ്റെടുക്ക. എന്റെ കർത്താവ് പറഞ്ഞ വചനം മതി. സൗന്ദര്യം അത്രയും കുറച്ച് മതി. ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കുക. അടുത്ത വാക്കൊന്ന് വായിച്ചു കുഞ്ഞേ. വായിച്ചേ. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടത്താൻ നിന്നെ സംഹരിച്ചു കളയും. ഇടയ്ക്കൂടെ ഞാനത് പോയാ മതി, ഒരെണ്ണത്തിനെ വെച്ചേക്കില്ലെന്ന് ദൈവം ഇല്ലേ പറഞ്ഞത്? അടുത്ത വാക്ക് വായിച്ചേ. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണം, നിന്നോട് എന്നാ ചെയ്യുമെന്നുള്ള കാര്യം അറിയിക്കാൻ പോകുകയാണ്. അടുത്ത വാക്ക്. നീ നിന്റെ ആഭരണം നീക്കിക്കളക. നിന്റെ ആഭരണങ്ങളെ നീക്കിക്കളയാൻ അഹരോനും മോശയുമല്ല പറഞ്ഞത്, സ്വർഗത്തിൽ നിറങ്ങി വന്ന ദൈവമാണ് പറഞ്ഞത്. അടുത്ത വാക്ക് വായിച്ചേ. എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ ജനത്തോട് നീ ഇത് പറക. മാറ്റേ. എന്തോ മാറ്റണം? തലപ്പാവ് മാറ്റാൻ പറഞ്ഞില്ല, മുണ്ടും തുണി മാറ്റാൻ പറഞ്ഞില്ല, ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞില്ല, അതെ മറ്റൊന്നും മാറ്റാൻ പറഞ്ഞില്ല. മാറ്റാൻ പറഞ്ഞത് ആഭരണമേ ഉള്ളൂ. എന്നാ വേണം? തലം കുറിച്ച് കളയാൻ പറഞ്ഞു.
തലമുടി മാറ്റാൻ പറഞ്ഞു. എന്നാ മാറ്റാൻ പറഞ്ഞത്? നിന്റെ ആഭരണം മാറ്റാൻ പറഞ്ഞു. തർക്കമുണ്ടോ ആർക്കെങ്കിലും? വഴിവരിപ്പിലുള്ള ഉപദേശാക്കന്മാർ ജനങ്ങളെ വഞ്ചിച്ച് തറവറ്റിച്ച് അസത്യം പറയാൻ കഴിയില്ല മനസ്സാത്തി തഴമ്പിച്ച ദുഷ്ടന്മാരായ ഉപദേഷ്ടാക്കന്മാർ ഇതിനെ സപ്പോർട്ട് ചെയ്താൽ വേദപുസ്തകം ഒരു വാക്യം സപ്പോർട്ട് ചെയ്തില്ല. ചതികന്മാരാണ് അവര്. ഞാൻ പുത്തൻകുരിശിലെ കൺവെൻഷൻ 2 കൊല്ലത്തിന് മുമ്പേ പോയി. ഒരുപാട് സഭകളും പുത്തൻ സഭകളും തകര കുടിച്ച സഭകളും ഒക്കെ ഉണ്ട്. പാസ്റ്റർമാരും ഒക്കെ ഒത്തിരി നേരത്തെ 10 ഇരിപ്പുണ്ട്. ഒരു വലിയ മൈതാനത്ത് എല്ലാവരും ആഭരണം ഇടാമെന്നങ്ങാക്കി. അപ്പം ഞാൻ കുറച്ച് ശുശ്രൂഷകന്മാരോട് ഇരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാർക്ക് ആഭരണം കാണുന്നില്ല, നിങ്ങളുടെ സഭയിലെ വിശ്വാസികൾക്കെല്ലാം ആഭരണം നിങ്ങൾ അലോട്ട് ചെയ്തിരിക്കുക, എന്താ ഇതിന്റെ കാരണം? അവർ നരകത്തിപ്പിക്കോട്ടെ, നിങ്ങൾ സ്വർഗത്തിപ്പാവനോ? ഇടുകയാണെങ്കിൽ ഇത് അനുഭാവിയായ ഉപദേശി ആദ്യം ആഭരണം വിട്ട് സ്റ്റേജിൽ ഇരിക്കണം, ഇട്ട് കാണിക്കണം. അവരിടുകയില്ല. ഇടുന്നവർക്ക് സപ്പോർട്ടും കൊടുത്തിട്ട് അത്താഴവും കൊടുക്കും, പഴികഞ്ഞിയും കൊടുക്കും, മറ്റേതും കൊടുക്കും. ഇത്തരം കള്ള ഉപദേഷ്ടാക്കന്മാർ നിങ്ങളുടെ വരുമ്പോൾ നിങ്ങൾ വളരെ ശരിക്ക് കൈകാര്യം ചെയ്യണം. ഒന്നും പേടിക്കണ്ട. എഫേസോ സഭയ്ക്കകത്ത് അപ്പോസ്തലന്മാരല്ലാതെ അപ്പോസ്തലന്മാർ ആരെന്ന കളവായി പറഞ്ഞ കള്ളന്മാരെ പിടിച്ച സഭയ്ക്ക് പുറത്താക്കിയെന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? എഫേസോ സഭ 1-ാം നൂറ്റാണ്ടിലെ കള്ളന്മാരായ ഉപദേഷ്ടാക്കന്മാരെ സഭയ്ക്കൊന്ന് പിടിച്ച് പുറത്ത് കളഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന പുസ്തകവും അതും കർത്താവിന്റെ ഉപദേശം. എന്തിനാ ഇതിന് ഇങ്ങനെ അതുകൊണ്ട് കണ്ടനുമല്ല ചക്കിയുമല്ലെന്ന് കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നതിന്റെ ഉദ്ദേശം വിശ്വാസികളെ വഴിപെടുപ്പിക്കാൻ. അത്ര വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ കാണുകയില്ല. വ്യക്തമായി ഞാൻ പറയുന്നു, ഒരുവന്റെ മുഖം ഞാൻ നോക്കുന്നില്ല, കർത്താവിന്റെ മുഖത്ത് നോക്കിയാ സംസാരിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചെടുക്കുഞ്ഞേ, അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ ഹോരേബ് പർവ്വതം മുതൽ ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ലേ എന്ന് എഴുതിയിരിക്കുന്നു. ദൈവം പറഞ്ഞിട്ട്, മോശ പറഞ്ഞിട്ടല്ല, ദൈവം പറഞ്ഞിട്ട്. നിങ്ങൾ വിശ്വസിക്കുന്നു ദൈവവചനം? ദൈവവചനം വിശ്വസിക്കുന്നവർക്കാരും സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഈ വചനം വിശ്വസിക്കുന്നു. നേരമുണ്ടായിരുന്നെങ്കിൽ തെളിച്ച് പറയായിരുന്നു കുറെ കാര്യങ്ങളൂടെ. പക്ഷേ ഞാൻ നിങ്ങളെ അനുസരിച്ച് വെക്കൂ, സമയം അനുസരിച്ച് വെക്കൂ. ഇനിയും ഇത് മുമ്പോട്ടുണ്ടെന്ന് ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ, ഞാൻ വായിച്ച വാക്യം മനസ്സിലായോ? സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവ് നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയിൽ കുറ്റം കൂടാതെ വെളിപ്പെടുമാറാകട്ടെ. മധ്യാകാശ മൈതാനിയിൽ എന്റെ പ്രിയൻ വരുന്നു. അവൻ നമ്മെ എതിരേൽപ്പാൻ വരുന്നു. ദേഹത്തിലും ദേഹിയിലും ആത്മാവ് ശുദ്ധീകരണം വേണോ? അവൻ ഈ പ്രത്യാശ, വീണ്ടും വരാൻ പ്രത്യാശയുള്ള ഏവരും അവനവനെ തന്നെ ശുദ്ധീകരിക്കട്ടെ. രാത്രികാലം കുറവുകൾ, കുറ്റങ്ങള് പരിശുദ്ധാത്മാവ് വചനോട് ബോധ്യപ്പെടുത്തുമ്പോൾ അത് ബോധ്യപ്പെടുന്നവർ ശുദ്ധീകരിക്കപ്പെടണം. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം, ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കണം, വലിച്ചെറിയേണ്ടത് വലിച്ചെറിയണം. അത് വെച്ച് മുറുകെ പറ്റുന്ന സകല പാവവും പെട്ട് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ഇതാണ് നമ്മുടെ ഉപദേശം, ഇതാണ് നമ്മുടെ വഴി, ഇതാണ് നമ്മുടെ വ്യവസ്ഥ. സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ അതിയായി ദുഃഖിക്കുന്നു എങ്കിലും ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങളുമായി ലഭിച്ച കൂട്ടായ്മയ്ക്കായി സ്തോത്രം. എളിവനെ ഓർത്ത് പ്രാർത്ഥിക്കുമാറാകണം.